സത്യഭാമിയെ ഞാൻ രക്ഷിച്ചോളാം, എതിർശരം ഒന്നും ഏൽക്കില്ല എന്ന് നല്ല പോലെ ശരക്കൂടം ഉണ്ടാക്കിയിട്ടാണ് പോവുക. അപ്പം ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. മനുഷ്യ മനസ്സിൻ്റെ ശക്തിയൊന്നും ആരും അതിന് വിലങ്ങ് വയ്ക്കാൻ നോക്കണ്ട. പ്രാരബ്ധ കർമ്മ പരികൽപ്പിത വാസനാഭി സംസാരിവച്ചരതി. ആ സംസാരി എന്ന് പറഞ്ഞാൽ ഈ ലോകം സംസാരമാണ്. സംസാരി എന്ന് പറഞ്ഞാൽ ആ ലോകത്തിൽ ജനിച്ച് സംസാരത്തോടുകൂടി പൊരുത്തപ്പെടാവുന്ന രീതിയിൽ ജീവിക്കുന്നവൻ. ചരതി ഭുക്തിഷു, ഭോഗവസ്തുക്കളിലാണ് സഞ്ചരിക്കുന്നത്. ഏതാ ഭോഗവസ്തുക്കൾ? ഈ ഭൂമി, നടപാതകൾ, വാഹനങ്ങൾ, ഉദ്യാനങ്ങൾ, വൃക്ഷങ്ങൾ, പുഴകൾ, സമുദ്രങ്ങൾ, അങ്ങാടികൾ ഒക്കെ ഭോഗവസ്തുക്കളാണ്. അതിലൊക്കെ വേണ്ടി വരുമ്പോൾ പോകുന്നുണ്ട്. എങ്ങനെയാ? മുക്തദേഹ. ഓർമ്മ വച്ചോളൂ. ബാക്കിയുള്ള പദങ്ങളൊക്കെ കേട്ടിട്ട് ഈ വാക്ക് വിട്ടുകളയരുത് കേട്ടോ. ഇതാണ് പ്രധാനം. മുക്തദേഹ. ദേഹമുണ്ടെങ്കിൽ പോലും മുക്തനായിട്ടാണ് ആ ദേഹത്തിൽ വസിക്കുന്നതും അത് ചരിക്കുന്നതും. വലിയ ഒരു പ്രയോഗ മുക്തദേഹ. സാധാരണ എന്താ പറയുക? മുക്തി എന്ന് പറയുന്നത് മനസ്സിനും ബുദ്ധിക്കുമാണെന്ന്. പ്രബുദ്ധ ബുദ്ധി, മുക്തമായിരിക്കുന്ന മനസ്സ്. ഇവിടെ ശങ്കരാചാര്യർ ഉപയോഗിച്ചിട്ടുള്ളത് ഭുക്തിഷു മുക്തദേഹ എന്ന. ദേഹത്തോടുകൂടി ഭോഗവസ്തുക്കളിൽ അങ്ങനെ സഞ്ചരിക്കുന്നുണ്ടെങ്കിലും ആ സഞ്ചാരം മുക്തനായിട്ടാണെന്ന്. മുക്തദേഹ സിദ്ധസ്വയം വസതി. ഒരു സിദ്ധൻ, ആത്മജ്ഞാനം കൈവന്ന സിദ്ധനായിട്ടുള്ളവനുണ്ടല്ലോ, സിദ്ധസ്വയം വസതി, തന്നെത്താനെ അങ്ങോട്ട് വസിക്കുന്നു. എങ്ങനെ? സാക്ഷിവത്. ഈ നടക്കുന്ന കാര്യങ്ങൾക്ക് മുഴുവൻ സാക്ഷിയായി. ഈ സാക്ഷിയെ പറ്റി കൃഷ്ണൻ ഇവിടെ അരണ്യത്തിൽ ഹംസഗീതയിൽ പറയുണ്ടായി. സാക്ഷിവത് അത്ര തൂഷ്ണീം. തൂഷ്ണീം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒന്നും മിണ്ടാതെ, യാതൊന്നുമില്ലാതെ, ഒരു പരിഭവമില്ല, ഒരാശയില്ല, ഒരു മത്സരമില്ല, അഭിലാഷമില്ല, നാണക്കേടില്ല, പരിഭവമില്ല, ഒന്നുമില്ലാതെ. തൂഷ്ണീം, മനോവൃത്തികൾ പോലും അസ്തമിച്ച്. ചക്രസ്യ മൂലമിവ കൽപ്പവികൽപ്പശൂന്യ. എത്ര ഗംഭീരമായി തിരിയുന്ന ചക്രമാണെങ്കിലും ആ ചക്രത്തിനെ തിരിക്കാനൊരു അച്ചുതണ്ട് വേണം. ആ അച്ചുതണ്ട് അനങ്ങാതെ ഇരിക്കണം. അത് അല്പം അനങ്ങിയാൽ കഴിഞ്ഞു ചക്രത്തിൻ്റെ തിരി. അനങ്ങാതെ ഇരിക്കണം. എത്ര സ്പീഡിൽ വേണമെങ്കിൽ ചുറ്റിക്കോട്ടെ, ആ അച്ചുതണ്ട് മിണ്ടാതെ ഇരിക്കും. ചക്രസ്യ മൂലമിവ കൽപ്പ വികൽപ്പ ശൂന്യ. ഒരു വിധത്തിലുള്ള സങ്കല്പമോ അഭിലാഷമോ അതുകൊണ്ട് വരുന്ന വികല്പം, പ്രകാരഭേദങ്ങളോ രണ്ടുമില്ലാതെ ശൂന്യം. കൽപ്പവികൽപ്പ ശൂന്യ ചക്രസ്യ മൂലമിവ സ്വയം വസതി സാക്ഷിവത് തൂഷ്ണീം. ഈ ഒരു ഒറ്റ ശ്ലോകം നിങ്ങൾ എഴുതി വയ്ക്കുമോ? വീട്ടിൽ എവിടെ എഴുതി വയ്ക്കും? നിങ്ങളുടെ ആഫീസ് മുറിയിൽ, കിടപ്പ് മുറിയിൽ, ഡൈനിങ് ഹാളിൽ ഒക്കെ എഴുതി വയ്ക്കണത്. ഇത് കണ്ടുകൊണ്ട് വേണം നമ്മൾ ഉറങ്ങാൻ. പ്രാരബ്ധകർമ്മ പരികൽപ്പിത വാസനാഭി സംസാരിവച്ചരതി ഭുക്തിഷു മുക്തദേഹ സിദ്ധസ്വയം വസതി സാക്ഷിവദത്ര തൂഷ്ണീം ചക്രസ്യ മൂലമിവ കൽപ്പവികൽപ്പശൂന്യ. പോട്ടെ, സ്വാമിജി ഇതൊക്കെ പറയുന്നുണ്ട്, ഇതൊക്കെ സാധിക്കുമോ? ചോദിക്കരുത്, മിണ്ടരുത്. നിങ്ങളിത് കേൾക്കില്ല. മനുഷ്യർക്കുള്ളതാണ് ഈ ശാസ്ത്രം, മനുഷ്യർ രചിച്ചിട്ടുള്ളതാണ്. ഇത് ഉറാങ്ങുട്ടാനും ചിമ്പാൻസിക്കും എഴുതിയിട്ടുള്ളതല്ല, മനുഷ്യർക്ക് വേണ്ടി എഴുതിയിട്ടുള്ളതാണിത്. ഇത് സാധിക്കുമോ എന്ന് മാത്രം ചോദിക്കരുത്. എന്താ ഈ എഴുത്തുകാരൊക്കെ നുണ പറയുന്നവരാ? ഈ വിവേക ചൂടാമണി എന്ന് പറയുന്നത് ഡിറ്റക്റ്റീവ് നോവലാണ്. ആണോ? അല്ലല്ലോ. അത് മനുഷ്യ മനസ്സിൻ്റെ മനഃശാസ്ത്രം, ബുദ്ധിശാസ്ത്രം, അഹങ്കാരത്തിൻ്റെ ശാസ്ത്രം, ശരീരത്തിൻ്റെ ഉള്ളിൽ അദൃശ്യമായി കിടക്കുന്ന മേഖലയുടെ വൈഭവവും വിസ്താരവും മഹിമയും മേന്മയും പ്രഭാവവും പ്രകാശവും വെളിപ്പെടുത്താനുള്ള ശാസ്ത്രമാണ്. നിങ്ങൾ എത്ര ടോർച്ചടിച്ചാലും, ഇപ്പം ഞാൻ ക്യാമറയുടെ മുമ്പിലായിരിക്കുന്നത്, 500ഉം 1000ത്തിൻ്റെ ബൾബാണ് രണ്ട് ഭാഗത്തും കത്തിച്ചിരിക്കുന്നത്. ഈ ക്യാമറ പിടിക്കുന്നത് മുഴുവനും എൻ്റെ വസ്ത്രവും എൻ്റെ മാറും എൻ്റെ കയ്യും എൻ്റെ മുഖവും കണ്ണും മൂക്കും ഒക്കെ പിടിക്കുന്നുള്ളൂ. ആ ക്യാമറയിൽ എപ്പോഴെങ്കിലും എൻ്റെ മനസ്സ് പെടുന്നുണ്ടോ? പെടുന്നില്ല, ഇല്ല. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മേഖലയെ, ഉള്ളിലുള്ള ആ ഹൊറൈസൺ ഉണ്ടല്ലോ, ആ ചക്രവാളം, അന്തരീക്ഷം, അതിനെ പിടിക്കാൻ ഒരു ക്യാമറയും ഇവിടെ ഇല്ല. പക്ഷേ അവിടെയാണല്ലോ ഈ വിശ്വം വിസ്താരം മുഴുവനും വൈവിധ്യം മുഴുവനും ഉദിച്ച് അനുഭവരൂപത്തിൽ പ്രകാശിക്കുന്നത്. വിശ്വവിസ്താരത്തെ മുഴുവനും പ്രതിഫലിപ്പിക്കുന്നതായ നമ്മുടെ മനസ്സ് അതിനേക്കാൾ വലുപ്പമുള്ളതാകേണ്ടേ? ഈ ചോദ്യം ഞാൻ എപ്പോഴും ചോദിക്കുന്നതാണ്. ഇതിന് ഒരു മറുപടിയേ ഉള്ളൂ, അതെ.
അല്ല എന്ന് പറയുന്നവർ ആരെങ്കിലും ഉണ്ടോ എൻ്റെ മുമ്പിൽ? എൻ്റെ മുൻപിൽ എന്ന് പറഞ്ഞാൽ ലക്ഷോപലക്ഷം പ്രേക്ഷകരാണ് കേൾക്കുന്നത്. അതിലൊരൊറ്റ ആളെങ്കിലും എന്നോട് പറയോ, സ്വാമിജി ഈ വിശ്വവിസ്താരം മുഴുവനും, ഇതിലുള്ള അസംഖ്യം വസ്തുക്കൾ മുഴുവനും അനുഭവിക്കുന്നത് നമ്മുടെ ഉൾമേഖലയിലാണ്, മനസ്സിലാണ്. അപ്പോൾ ഇത്രയും വിസ്താരത്തെ അനുഭവിക്കുന്ന മനസ്സ് നേരിയതോ അതോ മഹത്തോ, മഹത്തരം, മഹത്തമം, മഹത്തമോത്തമതം? ഇതാണ് നമ്മുടെ മനസ്സ്. ആ മനസ്സിൻ്റെ വൈഭവം പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ശാസ്ത്രമാണിത്. അത് അദ്വിതീയമാണ്. അതിനെ വെല്ലുവിളിക്കാനോ അതിനെ നിരാകരിക്കാനോ അതിനെ തോൽപ്പിക്കാനോ അതിനെ അതിശയിക്കാനോ ആയി ഈ ലോകത്തിൽ ഒന്നുമില്ല. ഈശ്വരന് പോലും സാധിക്കില്ല. വിവേക ചൂടാമണിയിൽ ശങ്കരാചാര്യർ പറയാണ്, നൈവേന്ദ്രിയാണി വിഷയേഷു നിയുക്തയേഷ നൈവാപയുക്ത ഉപദർശന ലക്ഷണസ്ഥഃ നൈവ ക്രിയാഫലമപീഷദവേക്ഷതേ സഹ സ്വാനന്ദ സാന്ദ്രരസപാന സുമത്തചിത്തഃ. ഈ വാക്കുകളൊക്കെ ഒന്ന് നിങ്ങൾ കേൾക്കണപ്പാ, ഒന്ന് കേൾക്കേ. 10,000 ക്ഷേത്രങ്ങൾ ദർശിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പുണ്യാനുഗ്രഹത്തെ ത്രാസിൻ്റെ ഒരു തട്ടിൽ വയ്ക്കൂ. ഈ ഒരു ദിവസത്തെ സംപ്രേഷണം ഈ മാതിരി ഭാഗങ്ങൾ കേട്ടിട്ട് കിട്ടുന്ന പുണ്യം മറ്റേ തട്ടിലും വയ്ക്കും. അയ്യപ്പോ, രണ്ടാമത്തതിൻ്റെ ഭാരം എത്രയാന്ന് പറഞ്ഞാൽ തീരില്ല. അത്ര വിശേഷപ്പെട്ടതാ. ഇതിൻ്റെ ഒരു വാക്ക് പോലും കേട്ടാൽ മതി. നൈവേന്ദ്രിയാണി വിഷയേഷു നിയുക്തയേഷ നൈവാപയുക്ത ഉപദർശന ലക്ഷണസ്ഥഃ. ഈ സിദ്ധൻ എങ്ങനെയാ അങ്ങനെ കഴിഞ്ഞുകൂടുന്നത്? ചക്രസ്യ മൂലമിവ, അതിവേഗത്തിൽ തിരിയുന്ന ഒരു ചക്രത്തിൻ്റെ അനങ്ങാതെ നിൽക്കുന്ന അച്ചുതണ്ടിനെ പോലെയാണ് സിദ്ധൻ ഇരിക്കുന്നത് എന്ന് പറഞ്ഞുവല്ലോ. അതിനെ ഒന്നും കൂടി വിശദീകരിച്ച് പറയാം. നൈവേന്ദ്രിയാണി വിഷയേഷു നിയുക്തയേഷ. ഈ സിദ്ധപുരുഷൻ തൻ്റെ ഇന്ദ്രിയങ്ങളെ ഏതെങ്കിലും ഒരു വിഷയങ്ങളിൽ ഇറങ്ങിച്ചെല്ലൂ, അതിനെ കാണൂ, അല്ലെങ്കിൽ അതിനെ കേൾക്കൂ, രുചിക്കൂ എന്നിങ്ങനെ മനഃപൂർവ്വം പറയുന്നില്ല. ഞാനിവിടെ കണ്ണു തുറന്നിരിക്കുമ്പോൾ ക്യാമറ തന്നെത്താനെ പ്രത്യക്ഷപ്പെടുന്നതാണ്. എൻ്റെ കണ്ണിനോട് തുറക്കൂന്ന് ഞാൻ പറയുന്നില്ല, തുറന്നു കഴിഞ്ഞാൽ വസ്തുക്കളെ കാണൂന്ന് ഞാൻ പറയുന്നില്ല. കണ്ണിൻ്റെ ധർമ്മമാണ് തുറക്കലും അടയ്ക്കലും. കണ്ണിൻ്റെ ധർമ്മവും കണ്ണിൻ്റെ ശക്തിയുമാണ് വസ്തുക്കളെ ഗ്രഹിക്കൽ. പ്രകാശമുണ്ടെങ്കിൽ അതിൽ എനിക്കെന്താ പങ്ക്? ഒരു പങ്കുമില്ല. കണ്ണാണ് കാണുന്നത് വസ്തുക്കളാണ്. വസ്തുക്കളെ ഞാൻ ഉണ്ടാക്കിയതല്ല, കണ്ണിനെയും ഞാൻ രൂപപ്പെടുത്തിയതല്ല. അപ്പോൾ പിന്നെ ചെയ്യുന്ന പ്രവൃത്തിയിൽ മേക്കാണം കെട്ടിക്കൊണ്ട് അവിടെ ചെല്ലണോ? വേണ്ട, മിണ്ടാണ്ടിരിക്കാൻ. അപ്പം ഇന്ദ്രിയങ്ങളെ വസ്തുദർശനത്തിന് വേണ്ടി വിനിയോഗിക്കുന്നില്ല, പ്രേരിപ്പിക്കുന്നില്ല. കേൾക്കണുണ്ടോ നിങ്ങൾ? ആരാ ഇതൊക്കെ ആലോചിച്ചിരിക്കുന്നത്? നൈവേന്ദ്രിയാണി വിഷയേഷു നിയുക്തയേഷ നൈവാപയുക്ത ഉപദർശന ലക്ഷണസ്ഥഃ. അതുമാതിരി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ബലാൽ ഇന്ദ്രിയങ്ങളെ പിൻവലിക്കണമില്ല. അതെ, ഇത്രയൊക്കെ വസ്തുക്കളുണ്ട്, നീ കാണണ്ട, കണ്ണേ അടയെന്ന് പറഞ്ഞാൽ പിന്നെ പോകാൻ പറ്റുമോ? പെരണ്ടു വീഴില്ലേ നമ്മൾ വഴിതെറ്റിയിട്ട്? ഇരട്ടി വീഴില്ലേ? അപ്പം കണ്ണിനെ അടയ്ക്കാൻ നമുക്ക് പറ്റില്ല, തുറക്കാനും നമുക്ക് പറ്റില്ല. തുറന്നടയണത് കണ്ണിൻ്റെ സ്വഭാവമാണ്. പിന്നെ താൻ എന്ത് ചെയ്യണു? ഉപദർശന ലക്ഷണസ്ഥഃ. ഉപദർശനം എന്നൊരു വാക്കുണ്ട്. ദർശനം, ഉപദർശനം. ഇവിടെ ദർശനം എന്ന് പറയുന്നത് കണ്ണിൻ്റെ ധർമ്മ, ശ്രവണം എന്ന് പറയുന്നത് ചെവിയുടെ ധർമ്മ. അപ്പോൾ തൻ്റെ ധർമ്മം എന്താ? അതിനൊക്കെ സാക്ഷിയായിട്ട് അവിടെ എങ്ങനെ ഇരിക്കുക? ഒരു പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ പലരും കാണുന്നു, പലരും പ്ലാൻ ചെയ്യണു, പരീക്ഷയ്ക്ക് എഴുതണു, കള്ളൻ കളവ് പ്ലാൻ ചെയ്യണു. ഇതിൻ്റെ ഒക്കെ ഉത്തരവാദിത്വം പ്രകാശത്തിനുണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതുപോലെ ഞാൻ എൻ്റെ ഉള്ളിലുള്ള സാക്ഷി ചൈതന്യമാണ്. ആ സാക്ഷി ചൈതന്യത്തിൻ്റെ സാന്നിധ്യത്തിൽ കണ്ണ് കാണുന്നു, കാത് കേൾക്കുന്നു, മൂക്ക് മണക്കുന്നു, നാവ് രുചിക്കുന്നു, ത്വക്ക് സ്പർശിക്കുന്നു, മനസ്സ് മനനം ചെയ്യുന്നു, ബുദ്ധി ആലോചിക്കുന്നു, അഹങ്കാരം അസർട്ട് ചെയ്യുന്നു. ഇതൊക്കെ എൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്നതാണ്. ഞാനല്ല നടത്തുന്നത്. അതാത് ഉപകരണങ്ങൾ അവരവരുടേതായ സാധ്യതകളോ കഴിവുകളോ പ്രകടമാക്കുകയാണ്. ഞാൻ സാക്ഷിയായിരിക്കുകയാണ്. ഉപദർശന ലക്ഷണസ്ഥ നൈവ ക്രിയാഫലം അപി ഈഷത് അവേക്ഷതേ സഹ. ആ കർമ്മങ്ങൾക്കുണ്ടാവുന്ന ഫലമുണ്ടല്ലോ, ആ ഫലം, ഞാൻ ചെയ്ത കർമ്മം, അതിന് എനിക്കുണ്ടാവുന്ന ഫലം, ഇങ്ങനെ ഒരു ആലോചനയുമില്ല. കർത്തൃത്വമില്ല, ഭോക്തൃത്വമില്ല. അതെങ്ങനെ ഉണ്ടാവുന്നുവോ അതുപോലെ ഇല്ലാതെയാക്കാനും സാധിക്കും. ഇല്ലാതാവുന്ന കാലവുമുണ്ട്.
ജാഗ്രത അവസ്ഥയിൽ നടക്കുന്ന കോലാഹലങ്ങൾ മുഴുവനും വിട്ട് നമ്മുടെ മനസ്സോ നമ്മുടെ ഉൾ വ്യക്തിത്വമോ ഉറങ്ങുന്നില്ലേ? എത്ര ആങ്ഷ്യസ് ആയിരിക്കുന്നവനും ഉറങ്ങൂലോ. അപ്പം ഇതിനെല്ലാം വിട്ടുറങ്ങുന്നതായ ആ ഉൾചേതന ജാഗ്രത അവസ്ഥയിലും ഇതൊന്നുമില്ല എന്ന് പറഞ്ഞിരിക്കാൻ സാധ്യമാണ്. നൈവ ക്രിയാഫലമപീഷദവേക്ഷതേ സഹ സ്വാനന്ദ സാന്ദ്രരസപാന സുമത്തചിത്തഃ. സ്വാനന്ദ സാന്ദ്രരസപാന സുമത്തചിത്തഃ. ഞാൻ ഈ വരി എത്ര തവണ പറയണം? ആ ആത്മജ്ഞാനം നമുക്ക് തരുന്ന സന്തോഷരസത്തെ വർണ്ണിക്കുന്നതാണത്. ഈ സന്തോഷം, ആനന്ദം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊരു ഭാവനാത്മകമായിട്ടുള്ളതല്ല. നാവിൽ രുചിയുള്ള വസ്തു, ഭക്ഷണ പദാർത്ഥം എന്തു വെച്ചാലും ഒരു രസം, സലൈവ ഇങ്ങനെ സെക്രീറ്റ് ചെയ്ത ഒരു രസം ഉണ്ടല്ലോ, അതേമാതിരി നമ്മുടെ മനസ്സിനും ഹൃദയത്തിനും അനുഭവപ്പെടുന്ന ഒരു രസമാണ് ഈ ആനന്ദം, സാഫല്യം, സന്തോഷം, തൃപ്തി എന്നൊക്കെ പറയുന്നത്. അതാണ് ഈ അവസാനത്തെ വരിയിൽ ശങ്കരാചാര്യർ പറയുന്നത്. സ്വാനന്ദ സാന്ദ്രരസം. സ്വാനന്ദം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ആനന്ദം എന്ന് പറഞ്ഞാൽ ഏതു തരത്തിൽ വേണമെങ്കിൽ ആ ആനന്ദമാവാം. 2 തരം ആനന്ദമേ ഉള്ളൂ. ഒന്ന് സ്വതന്ത്രമായി തൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത്, പിന്നെ ഒന്നോ പരതന്ത്രമായിട്ടുള്ളത്. എന്താ ഈ പരതന്ത്രം? നമ്മുടെ കണ്ണുകൊണ്ട് പല വസ്തുക്കളെയും കാണാം. അതിൽ ചിലതൊക്കെ വളരെ രമ്യം, ഹൃദ്യമായിരിക്കും. അങ്ങനെ സൗന്ദര്യമുള്ള സാധനങ്ങളെ കാണുമ്പോൾ കണ്ണുകൊണ്ടൊരു രസം നമുക്ക് തോന്നും. അതുമാതിരി ശ്രവണമധുരമായിട്ടുള്ള ശബ്ദങ്ങളുണ്ട്, പാട്ട് മുതലായിട്ടുള്ളത്. അതൊക്കെ ബാഹ്യവസ്തുക്കളിൽ നിന്ന് കിട്ടുന്ന ആനന്ദമാണ്. ഇതോ സ്വാനന്ദം, തൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നതാണ്, സ്വതന്ത്രമായിട്ടുള്ളത്. അവിടെ ഇന്ദ്രിയങ്ങൾ പ്രയോഗിക്കുന്നില്ല, കാണുന്നില്ല, കേൾക്കുന്നില്ല, രുചിക്കുന്നില്ല, മണക്കുന്നില്ല, തൊടുന്നില്ല. ഉള്ളിൽ നിന്ന് കിട്ടുന്നതായ ഒരാനന്ദം എന്ന് പറഞ്ഞാൽ ആത്മാനന്ദം, ആത്മാഹ്ലാദം. അതോ സാന്ദ്രരസം, അതിങ്ങനെ ഒരു മിന്നൽ പിണർ പോലെ വന്നു പോവല്ല, അതിങ്ങനെ ഇൻറ്റൻസായി, ഘനീഭൂതമായി, സാന്ദ്രമായി. ഇപ്പോൾ നല്ല ഇപ്പോൾ പായസമാണെന്ന് എടുത്തോളൂ. ഒരു 5-6 കയ്യിൽ പായസം കുറേശ്ശെ ആയിട്ട് കഴിക്കുക. അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ കൊണ്ട് കപ്പിൽ നിന്ന് കുറേശ്ശെ എടുത്ത് രുചിച്ച് കഴിക്കുക. അപ്പോൾ ചിലപ്പോൾ ഒരു 2-3-4 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റൊക്കെ നിങ്ങൾക്ക് പായസം കഴിക്കാം. ഇത് അതുപോലെയല്ല. വയറ് വീർത്തു എന്നൊരു കുഴപ്പമുണ്ട് പായസത്തിന്. ഒരു 2 ലിറ്റർ പായസം കുടിച്ചാൽ നിങ്ങളുടെ വയറ് നിറഞ്ഞു, പിന്നെ തന്നാൽ കഴിക്കാൻ പറ്റില്ല നിങ്ങൾക്ക്. അപ്പോൾ ഇവിടെ ഇപ്പം എന്താ? സാന്ദ്രരസം എത്ര വേണമെങ്കിൽ അനുഭവിച്ചോളൂ. അതിലൊരു ക്ഷീണവുമില്ല, ഒരു ക്ലേശവുമില്ല. അവിടെ കണ്ണ് ഇൻവോൾവ് അല്ല, ചെവി ഇൻവോൾവ് അല്ല, മൂക്കും നാക്കും ത്വക്കും ഇൻവോൾവ് അല്ല, മനസ്സും ഇൻവോൾവ് അല്ല, ബുദ്ധിയും ഇൻവോൾവ് അല്ല. ഇതൊന്നുമില്ലാതെ ഉള്ളിൽ നിന്നിങ്ങനെ അങ്ങനെ പൊന്തി വരുന്ന ഒരു ആനന്ദരസമാണ്. അതുകൊണ്ടാണ് അതിനെ സാനന്ദ സാന്ദ്രരസം. അതിനെ പാനം ചെയ്യുക, കുടിക്കുക. എന്നിട്ടോ സുമത്തചിത്ത, അതിൽ മത്ത് പിടിച്ച മാതിരിയുള്ള ഒരു മനസ്സോട് കൂടിയവൻ. ഇതാണ് ആരെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്? കൃഷ്ണൻ പറഞ്ഞ അതേ ആളെ. ആരായി കൃഷ്ണൻ പറഞ്ഞത്? ദേഹം ചനശ്വരമവസ്ഥിതമുത്ഥിതം വാ സിദ്ധോ ന പശ്യതി യഥോധ്യഗമത്സ്വരൂപം. ആ സ്വരൂപത്തെ അധ്യഗമം നല്ലപോലെ മനസ്സിലാക്കിക്കൊണ്ട് നുണഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സിദ്ധൻ ഈ ദേഹം ഇരുന്നാലും പോയാലും അറിയുന്നില്ല എന്ന് പറഞ്ഞില്ലേ? അതേപോലെ നൈവ ക്രിയാഫലമഭീഷദവേക്ഷതേ സഹ സ്വാനന്ദ സാന്ദ്രരസപാന സുമത്തചിത്ത. നിങ്ങൾക്ക് എവിടെ കാണും ഇങ്ങനെയുള്ള ശബ്ദപ്രയോഗങ്ങൾ? സംസ്കൃതത്തിൽ പദങ്ങളെ കൂട്ടിച്ചേർത്ത് സംയുക്ത പദങ്ങൾ ഉണ്ടാക്കുക വളരെ വിശേഷമാണ്. അപ്പോൾ ഇതൊരൊറ്റ പദ, സ്വാനന്ദ സാന്ദ്രരസപാന സുമത്തചിത്ത. 14 അക്ഷരമുള്ള ഒരു പദ. അതിൽ നിന്ന് വിവരിക്കുന്നതോ ഒരു തത്വജ്ഞാനി അല്ലെങ്കിൽ ഒരു ആത്മജ്ഞൻ. ആ ആത്മജ്ഞൻ്റെ ഉള്ളനുഭവത്തിൻ്റെ മഹത്വം, മാനം, നൈരന്തര്യം, പ്രഭാവം, പ്രകാശം, മേന്മ, മികവ്, നിറവ്, അതുകൊണ്ടുണ്ടാകുന്ന നിത്യനിരന്തരമായിരിക്കുന്ന തൃപ്തി, ഇതിനെ മുഴുവൻ പ്രദർശിപ്പിക്കുന്നതോ വെളിപ്പെടുത്തുന്നതായ 14 അക്ഷരങ്ങളാണിത്. നൈവേന്ദ്രിയാണി വിഷയേഷു നിയുക്തയേഷ നൈവ ആപയുക്ത ഉപദർശന ലക്ഷണസ്ഥ നൈവ ക്രിയാഫലമഭീഷദവേക്ഷതേ സഹ സ്വാനന്ദ സാന്ദ്രരസപാന സുമത്തചിത്ത. കൃഷ്ണന് തൃപ്തിയായില്ല. ഒന്നും കൂടി പറയാം.
ദേഹോപി ദൈവവശഃ ഖലു കർമ്മ യാവത് സ്വാരംഭകം പ്രതി സമീക്ഷത ഏവ സാസുഃ തം സപ്രപഞ്ചം അധിരൂഢസമാധിയോഗഃ സ്വാപ്നം പുനർന ഭജതേ പ്രതിബുദ്ധവസ്തുഃ. ഭാഗവതപ്രിയന്മാരായിട്ടുള്ള നിങ്ങൾക്കൊക്കെ ശ്രീമദ് ഭാഗവതത്തിൽ ഇങ്ങനെ അങ്ങേ അറ്റത്തെ സമാധി അനുഭവത്തെയും അതുകൊണ്ട് വരുന്ന ജ്ഞാനസമൃദ്ധിയെയും എല്ലാം വിവരിക്കുന്ന ശ്ലോകങ്ങളുണ്ടെന്ന് നിങ്ങൾ തന്നെ അറിഞ്ഞു കാണുമോ, ചിന്തിച്ചു കാണുമോ, പ്രതീക്ഷിച്ചു കാണുമോ? ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. 80% ശ്രീമദ് ഭാഗവതം വേദാന്തമാണ്. 80%. ദേഹോപി ദൈവവശഃ ഖലു കർമ്മയാവത്. ദേഹോപി, ഈ ദേഹമാകട്ടെ, ദൈവവശഃ, ദൈവത്താൽ വന്നുകൂടിയിട്ടുള്ളതാണിത്. നമ്മൾ ആവശ്യപ്പെട്ട് കിട്ടിയതൊന്നുമല്ല. ആ ധാരണയൊക്കെ പൊളിച്ച് എഴുതിക്കോളൂ. അച്ഛനമ്മമാരുണ്ടായിരുന്നു. അവർ അച്ഛനമ്മമാരാകുന്നതിന് മുൻപ് വിവാഹം കഴിച്ച് ദമ്പതികളായി. ആ ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ ഗർഭവതിയായി. ഗർഭം അതിൻ്റെ പാട്ടിൽ പ്രകൃതി നിയമങ്ങൾക്കനുസരിച്ച് ഗർഭകോശത്തിൽ വളർന്നു. മൂപ്പെത്തിയപ്പോൾ പ്രസവവേദനയോടുകൂടി പ്രസവിച്ചു. പൊക്കിൾക്കൊടി മുറിച്ചു. ആ കുട്ടി അന്ന് മുതൽക്ക് സ്വന്തമായ ഒരു ജീവനായി. അതിനെ അമ്മിഞ്ഞ കൊടുത്ത് വളർത്തി. കുറേശ്ശെയായി ഭക്ഷണങ്ങളൊക്കെ കൊടുത്തു. പാഠശാലയിൽ പറഞ്ഞയച്ച് പഠിപ്പിച്ചു. ഇതൊക്കെ മറ്റുള്ളവർ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾക്കതിലൊരു പങ്കുമില്ല. പക്ഷികൾ ജനിക്കുന്നില്ലേ? മൃഗങ്ങൾ ജനിക്കുന്നില്ലേ? ഞാഞ്ഞൂള് ജനിക്കുന്നില്ലേ? നൊഴുമ്പ് ഉണ്ടാവുന്നില്ലേ? അതുപോലെയൊക്കെ ഇത് അങ്ങനെ ഉണ്ടാവണം. ദൈവവശഃ. ഇങ്ങനെ മനുഷ്യജന്മം എന്നൊരു ജന്മം ആര് നൽകിയതോ വിഭാവനം ചെയ്തതോ? ദൈവമാണത്. ഭൂമി ആര് വിഭാവനം ചെയ്തോ ആ ആൾ തന്നെയാണ് ഈ ഭൂജീവികളെയും വിഭാവനം ചെയ്തിട്ടുള്ളത്. നമ്മൾക്ക് ആർക്കും അവിടെ ഒരു സ്ഥാനവുമില്ല. വളർന്നതിന് ശേഷമാണ് നമ്മുടെ ആലോചനയും ഇച്ഛയും ഇച്ഛക്കേടും ഒക്കെ വരുന്നത്. അപ്പോൾ ദേഹോപി ദൈവവശഃ ഖലു കർമ്മയാവത് സ്വാരംഭകം പ്രതി സമീക്ഷത ഏവ സാസുഃ. എത്രത്തോളം കാലം അതിൽ പഞ്ചപ്രാണങ്ങൾ സഞ്ചരിക്കുന്നുണ്ടോ, വിശപ്പ് ദാഹം ഉണ്ടാവുന്നുണ്ടോ, ദഹനപ്രക്രിയ നടക്കുന്നുണ്ടോ, ഹൃദയമിടിപ്പ് തുടരുന്നുണ്ടോ, സ്വാരംഭകം പ്രതി സമീക്ഷത, അത് കണ്ടുകൊണ്ടിരുന്നോളൂ. എൻ്റെ ദേഹേ വീണിട്ടില്ല, ഇനിയും വീണിട്ടില്ല. പലരും വയസ്സായി ബുദ്ധിമുട്ടി കഷ്ടപ്പെടുമ്പോൾ പോയാ കൊള്ളാം എന്ന് പറയുന്നവരുണ്ട്. പോവില്ല. ഇന്നാള് നമ്മുടെ ഒരു ശിഷ്യനാണ്. അമ്മ ആസ്പത്രിയിലാണ്, ICUവിൽ ഇങ്ങനെ കിടക്കണു. തീരെ മോശമില്ല, വയസ്സായി 70 ആയി. അപ്പോൾ വളരെ ബുദ്ധിമുട്ടി അവിടെ അങ്ങനെ മെഡിസിൻ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ആ മെഡിസിൻ സപ്പോർട്ടിൽ കഴിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് ബോധമില്ല, നല്ല വേദനയുണ്ടായിരുന്നു, സെഡേഷൻ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയട്ടെ, പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുമോ? അമ്മയെ നിങ്ങൾ ഉള്ളിടത്തോളം കാലം നല്ലോണം പോലെ നോക്കി. ഇപ്പം രോഗം വന്നു. ഈ രോഗത്തിൽ നിന്ന് തിരിച്ചു വരാൻ സാധ്യമില്ല എന്ന് പറയുന്നു ഡോക്ടർമാർ. അവരുടെ മരുന്നിൻ്റെ സപ്പോർട്ടിലാണ് ഇപ്പോൾ പ്രാണൻ പോകാതെ ഇരിക്കുന്നത്. വേദന ഇല്ലാതെ, ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയെ ബുദ്ധിമുട്ടിക്കരുത്, വേദന അനുഭവിപ്പിക്കരുതെന്ന്. അപ്പോൾ വേദനയ്ക്കുള്ള സെഡേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി അമ്മയെ ഒരു മിനിറ്റ് പോലും നിങ്ങൾ നീട്ടി നിർത്തരുത്. ഡോക്ടർമാരോട് പറയൂ ആ മരുന്നുകൾ വിഡ്രോ ചെയ്യാൻ, പിൻവലിക്കാൻ. അമ്മയ്ക്ക് മോക്ഷമാണത്. പൊക്കോട്ടെ. ഒരു വിധത്തിലും നിങ്ങൾ അതിനെ നിലനിർത്തി കൊണ്ടുപോകണ്ട. വെറുതെ ആർക്ക് വേണ്ടി നിലനിർത്തുന്നു? എന്തത്ര ഭയം. നമ്മൾ ലോകത്തിലുള്ളവരൊക്കെ മരിച്ചവരാണ്, മരിക്കാനുള്ളവരാണ്, മരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇവിടെ ജീവിക്കുന്നവരാരുമില്ല. ഇവിടെ ഇടക്കാല ജീവനേ നമുക്കുള്ളൂ. സ്ഥിരം ജീവിക്കാനൊരു സമ്പ്രദായം ഇവിടെ ഇല്ല. ചിരഞ്ജീവിത്വം ഉണ്ടെങ്കിൽ ആർക്കാ? ഹനുമാനെ പോലെയുള്ളവർക്കാ. ആരെക്കുറിച്ചാണോ ലോകത്തിലുള്ളവരെ ഓർമ്മ വയ്ക്കുക, ആരെയാണോ അനുകരിക്കുക, ആരോടാണോ പ്രാർത്ഥിക്കുക, ആരെയാണോ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും വിചിന്തനം ചെയ്ത് വിമർശനം ചെയ്ത് ഉൾക്കൊള്ളുക, അതാണ് ചിരഞ്ജീവികൾ. ആ ചിരഞ്ജീവിത്വം നമ്മുടെ ഗുണം കൊണ്ടും മഹാത്മ്യം കൊണ്ടും വരുന്നതാണ്. അല്ലാതെ ഈ ദേഹത്തിൻ്റെ ചിരഞ്ജീവിത്വമില്ല. അപ്പോൾ അമ്മയെ ഇനി ഒരു മിനിറ്റ് പോലും വെച്ചുകൊണ്ടിരിക്കരുത്. ഡോക്ടർമാരോട് നിങ്ങൾ പറയൂ. അപ്പോൾ സ്വാമിജി എൻ്റെ സഹോദരിയോടും കൂടി പറയൂ. ഞങ്ങൾ 2 മക്കളാണ്, ഞാനും എൻ്റെ സഹോദരിയോടും ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് 1.5 മണിക്കൂർ കഴിയുമ്പോഴേക്കും അങ്ങ് പ്രാണൻ പോയി. നിങ്ങൾ എന്താ വിചാരിക്കണത്? എന്താ നിങ്ങൾ വിചാരിക്കണേ? നമുക്ക് ബുദ്ധിയുണ്ട്, നമുക്ക് മനസ്സുണ്ട്. ആ മനസ്സും ബുദ്ധിയും വേണ്ടതുപോലെ ആ ഈശ്വരീയമായ മാർഗത്തിൽ ചിന്തിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കി നമ്മുടെ കാലം കഴിഞ്ഞാൽ പോവാൻ അങ്ങോട്ട് അനുവദിക്കാൻ ഒട്ടും ഒരൊറ്റ ആളെയും നിങ്ങൾ പിടിച്ചു വലിക്കരുത്. മോക്ഷം എന്നാണ് പേര്. ശരീരം വിടുമ്പോൾ അതിന് പേര് മോക്ഷ. വയസ്സായവർ മരിച്ചാൽ ഹിന്ദുക്കളുടെ ഇടയിൽ പറയുന്നത് എന്താ? നല്ല മനുഷ്യരുടെ ഇടയിൽ മോക്ഷായി, വിഷ്ണുപദം പൂകി, നാരായണപദം പൂകി എന്നാണ് പറയുക.
മഹാവിഷ്ണുവിൻ്റെ പാദത്തിലേക്ക് ചെന്നു എന്നാണ് നമ്മുടെ വിവരണം. നമ്മളാരും പറയുന്നില്ല അത് മരിച്ചു എന്ന്. കാക്ക ചത്തു, ആന ചരിഞ്ഞു, രാജാവ് തീപ്പെട്ടു എന്നൊക്കെ പറയും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചത്തു മരിച്ചു എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ദേഹം വിട്ടു, ദേഹം വീണു, ദേഹമുക്തനായി. അപ്പം മോക്ഷം, ഈ രോഗത്തിൽ നിന്നും ശരീരത്തിൽ നിന്നും മോക്ഷം കിട്ടി. യാതൊരു കഷ്ടപ്പാടും വിചാരിക്കാതെ അങ്ങോട്ട് പറഞ്ഞയക്കൂ, നല്ല ഫെയർവെൽ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ശരി, ഞാൻ അങ്ങനെ ചെയ്യാം. ദേഹോപി ദൈവവശക ഖലു കർമ്മയാവത് സ്വാരംഭകം പ്രതി സമീക്ഷതയേവ സാസു സം തം സപ്രപഞ്ചം അധിരൂഢ സമാധിയോഗ. ഈ വാക്കുകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ തറച്ചു കയറുമോ? അധിരൂഢ സമാധിയോഗ. നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ഉള്ളുണർവ് ഇന്ദ്രിയങ്ങളിലൂടെ പ്രവഹിച്ച് ലോകത്തിന് മുഴുവൻ കണ്ട് ലോകവസ്തുക്കളുമായി സമ്പർക്കം പുലർത്തിക്കൊണ്ടിരിക്കുന്നുവോ, ആ സമ്പർക്കം പുലർത്തുന്ന ഉൾമേഖലയുണ്ടല്ലോ, ആ മേഖലയിൽ അതേ മനസ്സുകൊണ്ടും അതേ ബുദ്ധി കൊണ്ടും നമ്മുടെ അന്തരാത്മാവിനെ തേടി അന്തരാത്മാവുമായി സമ്പർക്കം പുലർത്തുകയും ചെയ്യാം. അതാണ് അധിരൂഢ സമാധിയോഗ എന്നുള്ള ശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. മനസ്സ് ശരീരത്തിൻ്റെ ഉള്ളിലാണെന്ന് വയ്ക്കുക. ആ ഉള്ളിലുള്ള മനസ്സ് ഇന്ദ്രിയങ്ങളെ ഒരു മാധ്യമമായി ഉപകരണമായി ഉപയോഗിച്ചുകൊണ്ട് ബാഹ്യപ്രപഞ്ചത്തെ ഇങ്ങനെ കണ്ടു പ്രതിഫലിപ്പിക്കുന്നു ഉള്ളിൽ. അതേ മനസ്സിന് ഈ ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കാതെ ബാഹ്യവസ്തു പ്രതിഫലനം വേണ്ട എന്ന് വിചാരിച്ച് ഇതിനെല്ലാറ്റിനും കാരണഭൂതമായിരിക്കുന്ന ഉണർവ്, ആ ഉൾസത്യം എന്താ എന്നിങ്ങനെ തിരഞ്ഞ് ഉള്ളിലേക്ക് ചെല്ലാം. ചെന്ന് 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 ആ സാക്ഷിയായിരിക്കുന്ന ആ മേഖലയിലെത്തി ഉള്ളിലങ്ങനെ ഇരിക്കാം. അതും നമുക്ക് സാധിക്കും. പക്ഷെ വേണമെന്ന് ആരും വിചാരിക്കുന്നില്ല. അപ്പം അതിരൂഢ സമാധിയോഗൻ, ആ യോഗയുക്തനായിട്ടുള്ള ആള്, തം സപ്രപഞ്ചമധിരൂഢ സമാധിയോഗ. പ്രപഞ്ചത്തിൻ്റെ ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ ദേഹം. ആ പ്രപഞ്ചം എങ്ങനെയോ അതുപോലെ ഈ ദേഹം. ഇതിൽ ഒരു ദേഹവും ദീർഘകാലം ഇരുന്നിട്ടില്ല, ഒരു ദേഹവും ഇല്ലാതെ ഇരുന്നിട്ടുമില്ല. ഒന്നിലോ അല്പകാലം, അല്ലെങ്കിൽ ഏകദേശം 2, 3, 4 ദശാബ്ദങ്ങൾ, അല്ല 10 ദശാബ്ദം തന്നെ ഇരുന്നങ്ങോട്ട് പോവുക. അതിനെ സ്വാപ്നം പുനർന ഭജതേ പ്രതിബുദ്ധവസ്തു. സ്വപ്നത്തിൽ നമുക്കൊരു ശരീരമുണ്ടായി, കല്യാണം കഴിച്ചു, കുട്ടികളുണ്ടായി, കുടുംബത്തോടു കൂടി സൗഖ്യമായിട്ട് ജീവിക്കുകയാണ്. ഒരു ദിവസം സിനിമ കാണണമെന്ന് പറഞ്ഞു കുട്ടികൾ. അവരെ എല്ലാവരെയും കൊണ്ട് നല്ലൊരു സിനിമാ ഹൗസിലേക്ക് പോയി അവിടെ ബോക്സിൽ കയറി ഇരിക്കുകയാണ് സിനിമ കാണാനായി. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം, സ്വപ്ന ഉണർന്നു. അപ്പോൾ ഈ കഴിഞ്ഞ കാര്യവും ഈ ദേഹവും അതിൻ്റെ പിന്നാലെ ആരെങ്കിലും പോവോ? അതുപോലെ തന്നെ ഇതും സ്വാപ്നം പുനർന ഭജതേ. ആ സ്വപ്ന ദൃശ്യങ്ങളെ എണീറ്റതിന് ശേഷം എവിടെ പോയി എൻ്റെ സിനിമ, എവിടെ ബോക്സിലാണ് ഞാൻ ഇരുന്നത്, കുട്ടികളെയൊക്കെ ഇങ്ങോട്ട് വരും, അതിലേക്ക് പോവാ അവിടേക്ക് എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? സ്വപ്നത്തിൽ കണ്ടത് സ്വപ്നത്തോടു കൂടി തീർന്നു, എണീറ്റപ്പോൾ പോയി. അതുപോലെ പ്രതിബുദ്ധ വസ്തു, ആത്മസത്യം വേണ്ടതുപോലെ മനസ്സിലായാൽ താൻ സാക്ഷി മാത്രമാണ്, താൻ അനശ്വരമായ ചൈതന്യവിശേഷമാണ്. എനിക്ക് ജനനമില്ല, മരണവുമില്ല, വൃദ്ധിയില്ല, ക്ഷയമില്ല. എനിക്ക് ഈ ലോകത്തിൽ നിന്നൊന്നും കിട്ടാനില്ല, കൊടുക്കാനും എനിക്കൊന്നുമില്ല. ഞാൻ ആപ്തകാമനാണ്, ആത്മതുഷ്ടനാണ്, ആത്മരഥനാണ്, ആത്മക്രീഡനാണ് എന്ന് വിചാരിച്ച് ആ വസ്തുവിനെ പറ്റി പിന്നെ ചിന്തിക്കില്ല. ദേഹോപി ദൈവവശക ഖലു കർമ്മയാവത് സ്വാരംഭകം പ്രതി സമീക്ഷത ഏവ സാസുഹു തം സപ്രപഞ്ചമധിരൂഢ സമാധിയോഗ സ്വാപ്നം പുനർന ഭജതേ പ്രതിബുദ്ധവസ്തു. വിവേക ചൂടാമണിയിൽ ശങ്കരാചാര്യർ ഈ ഭാഗം വിവരിക്കുന്നുണ്ട്. എങ്ങനെയാ വിവരിക്കണേന്നറിയോ? നഹി പ്രബുദ്ധ പ്രതിഭാസദേഹേ ദേഹോപയോഗിന്യഭിച പ്രപഞ്ചേ കരോത്യഹന്താം മമതാമിദന്താം കിന്തു സ്വയം തിഷ്ഠതി ജാഗരേണ. സ്വപ്നം കണ്ടു, ആ സ്വപ്നത്തിൽ അനുഭവിച്ച കാര്യങ്ങളുണ്ടല്ലോ, ജാഗ്രതത്തിൽ എനിക്കില്ലാത്തതാ. ജാഗ്രതത്തിൽ ഒത്തിരി പരുങ്ങലായാലും സ്വപ്നത്തിൽ ഞാൻ മഹാപ്രഭുവായി. ധാരാളം സ്ഥലങ്ങളുണ്ട്, സേവകന്മാരുണ്ട്, ഒന്നിനും ഒരു ലോപമില്ല, വായനയ്ക്ക ഒക്കെ കിട്ടും. വലിയ ഒരു രാജാവായി സുഖമായിട്ട് കഴിഞ്ഞുകൂടുക. അങ്ങനെ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് സ്വപ്ന വിട്ട് അങ്ങോട്ട് ഉണർന്നത്. അപ്പോൾ ഉണർന്ന സമയത്ത് നഹി പ്രബുദ്ധ, ഉണർന്നവൻ, പ്രതിഭാസദേഹേ, സ്വപ്നത്തിൽ നടക്കുന്നത് മുഴുവൻ പ്രാതിഭാസികമാണെന്ന് ഞാൻ പറയുണ്ടായി. പ്രതിഭാസം എന്ന് പറഞ്ഞാൽ എന്താ?
വസ്തുനിഷ്ഠമായിട്ടുണ്ടാവുന്നതല്ല, ഭാവനയിൽ മാത്രം ജനിക്കുന്നത്. മനസ്സിലുള്ള വിചാരങ്ങൾ പോലെ മനസ്സിൽ ഉണ്ടാവുന്ന ആകൃതികളും ദേശങ്ങളും കാലങ്ങളും വസ്തുക്കളുമൊക്കെയാണ് മനക്കൽപ്പിതങ്ങളായിട്ടുള്ളവ. അതിന് സ്ഥൂലത്വമില്ല, അനുഭവിക്കുന്ന സമയത്ത് സ്ഥൂലമാണ്. അങ്ങനെ പ്രാതിഭാസികമായി എനിക്കുണ്ടായ ദേഹം ദേഹോപയോഗിന്യഭിജ പ്രപഞ്ചേ, ആ പ്രാതിഭാസിക ദേഹത്തിന് ഉപയോഗിക്കാനുള്ളത്, അനുഭവിക്കാനുള്ള പ്രപഞ്ചം, സ്വപ്നപ്രപഞ്ചം. ദേഹോപയോഗിന്യഭിജ പ്രപഞ്ചേ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? കിടന്നുറങ്ങി ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം കാണുന്നത് ആരാ? ജാഗ്രതയിലെ ശരീരം അവിടെ കിടക്കുന്നു, കണ്ണടഞ്ഞിരിക്കുക. സ്വപ്നത്തിലൊരു ശരീരമുണ്ടായി, കണ്ണ് തുറന്നിട്ടാണ് അവിടെ കാണുന്നത്. അപ്പം അവിടെ തുറക്കണത് ഏത് കണ്ണാ? ആ സ്വപ്നത്തിൽ സഞ്ചരിക്കുന്നത് ഏത് ശരീര? സ്ഥൂല ശരീരം ഇവിടെ കിടക്കുന്നു. സ്വപ്നത്തിലും സ്ഥൂല ലോകത്തെയാണ് കാണുന്നത്. അവിടെ നടക്കാൻ ഒരു സ്ഥൂല ശരീരം വേണം. അത് ഏത് ശരീര? ഈ ശരീരം അല്ല എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ നഹി പ്രബുദ്ധ, ഉറങ്ങി എണീറ്റവൻ, പ്രതിഭാസദേഹേ, സ്വപ്നത്തിൽ നമുക്കുണ്ടായ അനുഭവം പ്രതിഭാസദേഹമാണ്. ആ ദേഹത്തിന് അനുഭവിക്കാനുള്ളതാണ് സ്വപ്നപ്രപഞ്ച വസ്തുക്കൾ. ദേഹോപയോഗിന്യഭിജ പ്രപഞ്ചേ, ദേഹത്തിന് ഉപയോഗിക്കാനുള്ള ആ പ്രപഞ്ചത്തിൽ കരോത്യഹം താം മമതാം ഇദന്താം, ആ ദേഹത്തോടു കൂടി ഞാൻ എന്നൊരു വിചാരം അയാൾ പുലർത്തുന്നുണ്ടോ എണീറ്റവൻ? അതുമാതിരി ആ സ്വപ്നത്തിൽ അനുഭവിക്കേണ്ട പദാർത്ഥങ്ങൾ, അനുഭവിച്ച പദാർത്ഥങ്ങളെയൊക്കെ ഇത് എൻ്റെയാണ്, എൻ്റെ രാജധാനിയാണ്, എൻ്റെ കോലവുമാണ്, എൻ്റെ സിംഹാസനാണ് എന്ന് പറഞ്ഞാൽ എവിടെ പോയി എന്ന് അന്വേഷിക്കുക, അതിനുവേണ്ടി പടപൊരുതുക ഒന്നും ചെയ്യാറില്ലല്ലോ. കരോത്യഹം താം മമതാമിദന്താം കിന്തു സ്വയം തിഷ്ഠതി ജാഗരേണ. അതെ, ഇതൊക്കെ സ്വപ്നത്തിൽ കഴിഞ്ഞതാ, ഞാനിപ്പോൾ എണീറ്റ് കഴിഞ്ഞു. അതുകൊണ്ട് എണീറ്റ് എനിക്ക് ഈ കഴിഞ്ഞു പോയ സ്വപ്നത്തെ സ്വപ്നമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുക ഒഴികെ അതോടുകൂടി ഒരു കൂട്ടിക്കെട്ട് പുലർത്തിക്കൊണ്ടിരിക്കുക ശരിയല്ല. ഉണരുന്ന വരെയാണ് ഈ സ്വപ്നത്തിന് എന്തെങ്കിലും പ്രായോഗികതയോ ബന്ധമോ ഉണ്ടെങ്കിൽ, ഉണർന്നാൽ ഇല്ല എന്ന് പറഞ്ഞ് കിന്തു സ്വയം തിഷ്ഠതി ജാഗരേണ, സ്വപ്നപ്രപഞ്ചത്തോടുള്ള എല്ലാ ബന്ധത്തെയും വിട്ട് ആ ജാഗ്രത് പ്രജ്ഞയോടുകൂടിയിരിക്കുന്നു. ന തസ്യ മിഥ്യാർത്ഥ സമർത്ഥനേച്ഛ ന സംഗ്രഹസ്തജഗതോപി ദൃഷ്ടഃ. ന തസ്യ മിഥ്യാർത്ഥ സമർത്ഥനേച്ഛ, ആ സ്വപ്നത്തിൽ മിഥ്യയായി അനുഭവപ്പെട്ട പല കാര്യങ്ങളുമുണ്ട്. ഞാൻ രാജാവായി, എനിക്ക് രാജധാനി ഉണ്ടായിരുന്നു, സ്വർണം പതിച്ച ഒരു സിംഹാസനം, കയ്യിലൊരു വാളുണ്ട്, എൻ്റെ പരിചയമുണ്ടല്ലോ വളരെ വിശേഷപ്പെട്ടത്, എവിടെ പോയി എന്ന് അന്വേഷിക്കേ, ഞാൻ ആ വാളുകാരനാണ്, രാജാവാണ്. ഭാര്യയോട് സംസാരിക്കുമ്പോൾ ഞാൻ രാജാവ്, നീ രാജ്ഞിയാണ് എന്ന് പറയാറുണ്ടോ? സ്വപ്നത്തിൽ നിന്ന് എണീറ്റാൾ. അപ്പോൾ ആ മിഥ്യയായിരിക്കുന്ന വസ്തുക്കളെ മുഴുവൻ സമർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാഗ്രഹം അയാളുടെ ഉള്ളിൽ അങ്കുരിക്കുന്നില്ല. ന സംഗ്രഹസ്തജഗതോപി ദൃഷ്ടഃ, സ്വപ്നപ്രപഞ്ചത്തോടും സ്വപ്നവസ്തുക്കളോടും കൂടി ഒരു സംഗ്രഹം അതും ഉണ്ടാവുന്നില്ല. തത്രാനുവൃത്തിർ യതി ജയൻ മൃഷാർത്ഥേ, ഇനി എങ്ങാനും എണീറ്റ് കഴിഞ്ഞതിന് ശേഷവും ആ സ്വപ്നാനുഭവങ്ങളോട് ഒരു താതാത്മ്യവും അതിൻ്റെ സ്വാധീനവും അയാൾക്കുണ്ടെന്ന് വയ്ക്കുക. അപ്പം എന്താ പറയുക? ന നിദ്രയാമുക്ത, അയാളെ ഉറക്കപ്പിച്ച് വിട്ടുപോയിട്ടില്ല. ഇത് ഈഷ്യതേ ധ്രുവം, ഉറക്കിച്ച് വിട്ടുപോയിട്ടില്ല എന്നേ പറയുള്ളൂ. അയാൾ എണീറ്റാലും പിന്നെയും സ്വപ്ന, ഒന്ന് കുലുക്കി, അതെ എന്താ ഈ പറയണത്, അതൊക്കെ സ്വപ്നമാണ്, മിഥ്യയാണ്. താൻ എണീറ്റ് കഴിഞ്ഞു, കണ്ണു തുറന്നു നോക്കൂ എവിടെയാന്ന്, അപ്പോഴാണ് തൻ്റെ ശരീരത്തിനെ പറ്റി ഒരു ബോധം വരുന്നത്. തത്രാനുവൃത്തിർ യതി ജയൻ മൃഷാർത്ഥേ, എണീറ്റതിന് ശേഷം സ്വപ്ന വിഷയങ്ങളോടുകൂടി ഏതെങ്കിലും ഒരു പിന്തുടർച്ച ആർക്കെങ്കിലും തോന്നിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കണം അയാൾക്ക് ശരിക്കും ആ ഉറക്കം വിട്ടുപോയിട്ടില്ല. അയാളെ എണീപ്പിക്കുന്നതാണ് അതിനുള്ള പരിഹാരം. അല്ലാതെ അന്വേഷിക്കുന്നതും ചോദിക്കുന്നതും നമ്മളും കൂടെ പോയി അന്വേഷിച്ച് പിടിക്കാൻ പോകുന്നതല്ല. തദ്വത് പരേ ബ്രഹ്മണി വർത്തമാനഃ സദാത്മന തിഷ്ഠതി നാന്യദീക്ഷതേ. അതുപോലെയാണ് തദ്വത് പരേ ബ്രഹ്മണി വർത്തമാനഃ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? പരേ ബ്രഹ്മണി, പരമമായിരിക്കുന്ന ബ്രഹ്മം. എന്താ ഈ പരമമായ ബ്രഹ്മം? ഈ കാണുന്നത് മുഴുവൻ അപരമാണ്, ഇന്ദ്രിയങ്ങൾക്ക് ഗ്രഹിക്കാനുള്ളതാണ് ഈ ലോകവസ്തുക്കൾ. മറ്റതോ ഇന്ദ്രിയാതീതമായി മനസ്സിനും ബുദ്ധിക്കും ആലോചിച്ച് അവസാനം മനസ്സും ബുദ്ധിയും നിന്ന് അപരോക്ഷമായി അനുഭവപ്പെടുന്നതാണ് നമ്മുടെ ഉള്ളിലുള്ള ആത്മവസ്തു. തദ്വത് പരേ ബ്രഹ്മണി വർത്തമാനഃ, ആ ബ്രഹ്മം
അനുഭവിച്ചു കഴിഞ്ഞ ബ്രഹ്മം, അതിൽ വർത്തമാനഃ, അതിൽ തുറന്ന് സ്ഥിതി ചെയ്യുന്നവൻ സദാത്മനാതിഷ്ഠതി, ആ അപരോക്ഷമായിരിക്കുന്ന ആത്മാവോടുകൂടി ചേർന്നിരിക്കുകയാണ്. അവിടെ മനസ്സിനും ബുദ്ധിക്കും ഇന്ദ്രിയങ്ങൾക്കൊക്കെ വലിയൊരു പിടിപ്പോ ഒരു സ്ഥാനമോ ഒന്നുമില്ല. അതിനെ കവച്ചു വയ്ക്കുന്നതായ ഒരു അനുഭവം തനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ആ അനുഭവത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നാന്യതീക്ഷതേ, വേറെ ഒന്നിനെയും കാണുന്നില്ല. സ്മൃതിർയഥ സ്വപ്നവിലോകിതാർത്ഥേ, സ്മൃതിർയഥ സ്വപ്നവിലോകിതാർത്ഥേ, സ്വപ്നത്തിൽ കണ്ട വസ്തുക്കളോടുകൂടി അവയെ സംബന്ധിച്ച എന്തെങ്കിലും ഒരു സ്മൃതി, ഒരു ഓർമ്മയുണ്ടെങ്കിൽ തഥാവിധ പ്രാശനമോചനാദൗ. ഇത് നിങ്ങൾ മനസ്സിലാക്കുമോ? പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാന വിഷയമാണത്. ആലോചിക്കുന്നവർക്കേ മനസ്സിലാവുള്ളൂ. നിങ്ങൾ പിച്ചും പേയും ഒന്നും പറയരുത്, പറയുന്നത് ഗ്രഹിക്കൂ. പ്രാശനമോചനാദൗ, ഊണ് കഴിക്കുന്നതിലും മലമൂത്ര വിസർജനങ്ങൾ നടത്തുന്നതിലുമൊക്കെ വിദഹ, അറിവുള്ളവന്, തഥാ ഏവ, അതുപോലെയാണ്. ഏതുപോലെ? സ്വപ്നവിലോകിതാർത്ഥേ യഥാ സ്മൃതി, സ്വപ്നത്തിൽ നിന്ന് എണീറ്റത് ശരിയാ, കഴിഞ്ഞത് സ്വപ്നമാണെന്നുള്ള ഓർമ്മയുണ്ട്, എന്നാലും സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങൾ ഓർമ്മ നിൽക്കണില്ലേ ജാഗ്രതയിലുള്ളതുപോലെ? ഇതിപ്പോൾ ജാഗ്രതയിൽ കണ്ട കാര്യങ്ങൾ അത് സ്വപ്നത്തിൽ കണ്ടത്. എനിക്ക് ഒരാൾ എഴുതിയിട്ടുണ്ട്, ചെറുപ്പകാലം മുതൽക്ക് ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണുമത്രേ. ആ സ്വപ്നം പിന്നീട് നടക്കാൻ പോകുന്ന സംഭവങ്ങളെ പറ്റിയാണ്. എന്നിട്ട് ഒരു ലിസ്റ്റ്, തീരെ മോശമല്ല, ഒരു ലിസ്റ്റ് എഴുതിയിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, സ്വപ്നത്തിൽ പലതും സംഭവിക്കാം. ജാഗ്രതയിലുള്ള കാര്യങ്ങളോട് ബന്ധപ്പെട്ടിട്ടാണ് സ്വപ്നം ഉണ്ടാവുക എന്ന് ഒരളവ് വരെ സമ്മതിക്കാം. പക്ഷേ ഈ സ്വപ്നത്തിൽ നടന്നത് എന്തിനോടും നിങ്ങളൊരു അടുപ്പമോ ഒരു താതാത്മ്യമോ ദീക്ഷിക്കുന്നത് ശരിയല്ല. ഇടയ്ക്കിടയ്ക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ സ്വപ്നത്തിൽ വെളിപ്പെട്ടു എന്ന് വരാം, പക്ഷേ മൊത്തത്തിൽ ഈ സ്വപ്നം മിഥ്യ തന്നെയാണ് എന്ന് പറഞ്ഞ് ഞാൻ മറുപടി അയച്ചു. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? സ്വപ്നവിലോകിതാർത്ഥേ സ്മൃതി യഥാ, സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങൾ ഓർമ്മ വയ്ക്കുന്നുണ്ടല്ലോ, ആ ഓർമ്മ വയ്ക്കുന്നത് എങ്ങനെയോ അതുപോലെയാണ്. ഊണ് കഴിക്കാനുള്ള സമയം വന്നു, എനിക്കിതാ ലെറ്ററിലേക്ക് ഒന്ന് പോകണം, ടോയ്ലറ്റിലേക്ക് ഒന്ന് പോകണം എന്നുള്ള തോന്നൽ, അതൊരു ഓർമ്മ മാത്രമാണ്, അവിടുന്ന് അങ്ങടില്ല എന്ന്. ഒരു തത്വജ്ഞാനി ജാഗ്രത അവസ്ഥയിൽ തുടരുന്നുണ്ട്. ഏതുപോലെയാ? സ്വപ്നകാര്യങ്ങൾ ഓർമ്മ വെച്ചവൻ ആ ഓർമ്മ എങ്ങനെയാണോ എഴുന്നേറ്റതിന് ശേഷവും നിലനിർത്തുന്നത്, അതേമാതിരി ഒരു ഓർമ്മ മാത്രമായി തീരുന്നു ജാഗ്രത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രതിദിനം ജ്ഞാനി ഊണ് കഴിക്കും. ആ ഊണ് കഴിക്കുന്ന സമയത്ത് സമയമായി, ഇന്നലെയും ഊണ് കഴിച്ചു, ഇന്നും എനിക്കിപ്പോൾ ഊണ് കഴിക്കാനുള്ള സമയമായി, കുറച്ച് വിശപ്പുമുണ്ട് എന്ന് തോന്നി ഊണ് കഴിക്കുന്നതൊഴികെ ഇത് വാസ്തവമാണ് എന്നുള്ള വിചാരം ആ ആൾക്കില്ല. അപ്പോൾ ഇവിടെ ശങ്കരാചാര്യർ പറയുന്നത് രണ്ട് വാക്കാണ്. പ്രാശനം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക, മോചനം എന്ന് പറഞ്ഞാലോ മലമൂത്രാദി വിസർജനങ്ങൾ നടത്തുക. രണ്ട് കാര്യമാണല്ലോ ഈ ശരീരം വെച്ചുകൊണ്ട് നടക്കുന്നത്. ഗ്രഹണം, ഗ്രഹിക്കുക, വിടുക, കാണുക, കേൾക്കുക, കാണാതെ ഇരിക്കുക, ഇങ്ങനെ രണ്ടെണ്ണല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ശരീരം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് കാര്യം നമുക്ക് അത്യാവശ്യമാണ്. ഭക്ഷണം കഴിക്കണം, ശ്വാസോച്ഛ്വാസം തന്നെ നടന്നോളും, രക്തസഞ്ചാരം തന്നെ നടന്നോളും. അതുമാതിരി ആൻസറിങ് ദ കോൾസ് ഓഫ് നേച്ചർ, അതും നമ്മൾ ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ളതാണ് സർവ്വ വ്യവഹാരങ്ങളും. അപ്പോൾ പ്രധാനമായിട്ടുള്ള രണ്ടെണ്ണം ഈ തത്വജ്ഞാനികൾ, നല്ല ആൾക്കാർ, അവധൂതന്മാരെ പോലെയുള്ളവർ, അവർ എഴുതുക, സംസാരിക്കുക, അച്ചടിപ്പിക്കുക, അങ്ങനെയൊന്നുമില്ല. ഞങ്ങളൊക്കെ സംസാരിക്കുന്നവരും എഴുതുന്നവരും അച്ചടിപ്പിക്കുന്നവരും മാസിക മുതലായിട്ടുള്ളത് പ്രസിദ്ധീകരിക്കുന്നവരുമാണ്. അവർക്കൊന്നും അങ്ങനെ ഉണ്ടാവില്ല. പക്ഷേ അവർക്ക് രണ്ട് കാര്യമുണ്ട്. എന്തൊക്കെയാ? ആഹാരം കഴിക്കുക, അത് പൊതുവായിട്ട് നടക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അതുമാതിരി പിന്നെ വിസർജനങ്ങൾ, അതും വേണം. മലവും മൂത്രമാണല്ലോ കാര്യമായിട്ട് വിസർജിക്കാനുള്ളത്, ബാക്കിയുള്ളത് നമുക്കങ്ങനെ പ്രതിദിനം വേണ്ട കാര്യങ്ങളല്ല. അപ്പോൾ ഈ ആഹാരം കഴിക്കുന്നതാകട്ടെ, അല്ല മലമൂത്ര വിസർജനം നടത്തുന്നതാവട്ടെ, ഇത് രണ്ടും ഒരു ഓർമ്മ മാത്രമായിട്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം നിൽക്കുന്നത്. അല്ലാണ്ട് അതിന് വലിയൊരർത്ഥം അവർ കൽപ്പിച്ചു കൊടുക്കുന്നില്ല. സ്മൃതിർ യഥാ സ്വപ്നവിലോകിതാർത്ഥേ, സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങളെക്കുറിച്ച് എഴുന്നേറ്റവനും എങ്ങനെ ഓർമ്മ നിൽക്കുമോ അതേമാതിരി ഒരു ഓർമ്മ മാത്രമായിട്ടാണ് പ്രാശനമോചനങ്ങൾ നടക്കുന്നത്. അവിടുന്ന് അങ്ങോട്ട് അതിന് വലിയ അർത്ഥമില്ല. ദേഹം തന്നെ അവാസ്തവമാണെങ്കിൽ ദേഹത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി കഴിക്കുന്ന ഭക്ഷണവും അവാസ്തവമല്ലേ? ആ ദേഹത്തിൽ നിന്ന് മലമൂത്ര വിസർജനം നാം നടത്തുന്നുണ്ടെങ്കിൽ അതും അവാസ്തവമല്ലേ? അപ്പം അത് കൂടുതലും ഒരു ഓർമ്മ, സ്വപ്നവസ്തുക്കളെ സംബന്ധിച്ച ഓർമ്മ എങ്ങനെയോ അതേമാതിരിയാണ് ജാഗ്രത് വസ്തുക്കളും പ്രവൃത്തികളെ സംബന്ധിച്ച ഒരു ഓർമ്മയാണ് ജ്ഞാനിക്ക്, അല്ലാണ്ട് അതിൽ വാസ്തവികതയില്ല. 563 ശ്ലോകത്തിൽ വളരെ ഭംഗിയായിട്ടൊരു ശ്ലോകം ശങ്കരാചാര്യർ വിവരിക്കുന്നുണ്ട്. ഞാനിത് എന്തിനാ നിങ്ങളോട് പറയണേന്നറിയോ?
എനിക്കിത് വളരെയധികം സന്തോഷവും പ്രകാശവുമുള്ള ശ്ലോകങ്ങളാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സമ്പത്ത് തരുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? ഒരു പണക്കിഴിയോ അല്ലെങ്കിൽ ഒരു സ്വർണ്ണക്കിഴിയോ ഒന്നും അല്ലല്ലോ നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതിനേക്കാളൊക്കെ വിലപിടിച്ച ഒരു വലിയ ജ്ഞാനക്കിഴി, അമൃതകിഴിയാണ് ഞാൻ തരുന്നത്, ജ്ഞാനാമൃതക്കിഴി. പാഷാണവൃക്ഷതൃണധാന്യകടങ്കരാദ്യ ദഗ്ധാഭവന്തി മൃദേവ യഥാ തഥൈവ ദേഹേന്ദ്രിയാസു മനാദിസമസ്തദൃശ്യം ജ്ഞാനാഗ്നിദഗ്ധം ഉപയാതി പരാത്മഭാവം. ഇവിടെ ഒന്ന് പറഞ്ഞു, വിവേക ചൂടാമണി എഴുതി അവസാനമെത്തി. ആ അവസാനം എത്തിയപ്പോഴേക്കും പൂർണ്ണ ദർശനത്തിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. തുടക്കത്തിൽ എന്താ? ദേഹം വേറെ, ദേഹി വേറെ. ദേഹം പാഞ്ചഭൗതികം, ദേഹിയോ അഭൗമം, പഞ്ചഭൂതങ്ങൾക്ക് അതീതം. ദേഹം സ്പന്ദമാനം, ചലനാത്മകം. ദേഹിയോ നിശ്ചലം, അസ്പന്ദം. ഒക്കെ വ്യത്യാസപ്പെട്ടതാണ്. അതിനെ തിരിച്ചറിയണം എന്ന് പറഞ്ഞു. ഈ തിരിച്ചറിഞ്ഞ് ദേഹിയുണ്ട് എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ദേഹിയുടെ സർവ്വവ്യാപകത്വമാണ്, ഏകാദ്വിതീയ ഭാവമാണ് വിവരിക്കുക. അങ്ങനെ വരുമ്പോൾ ഈ ദേഹി മാത്രമേ ഉള്ളൂ, ദേഹമില്ല എന്നുള്ളൊരു നില വരും. അതാണ് ഇവിടെ പറയുന്നത്. പാഷാണവൃക്ഷതൃണധാന്യ കടങ്കരാദ്യ. പാഷാണം കല്ല്, വൃക്ഷം, തൃണം പുല്ല്, ധാന്യം, കടങ്കരാദ്യ ഉമി, ഇങ്ങനെ പലതരത്തിലുള്ള വസ്തുക്കളുണ്ടല്ലോ. ദഗ്ധാഭവന്തി, ഇതെല്ലാറ്റിനെയും കത്തുന്ന തീയിൽ കൊണ്ടിട്ടാൽ എന്തു ചെയ്യും? ഭവന്തി മൃദേവ യഥാ തഥൈവ, അതൊക്കെ കത്തി വെണ്ണീറാവും. ആ വെണ്ണീർ മണ്ണിൽ ചേർന്ന് മണ്ണായിത്തീരും. അതിനു മുമ്പ് അത് എന്തൊക്കെയായിരുന്നു? കരിങ്കല്ലുണ്ട്, വൃക്ഷങ്ങളുണ്ട്, തൃണമുണ്ട്, ധാന്യങ്ങളുണ്ട്, ഉമിയുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള പദാർത്ഥങ്ങളാണ്. അതിനെ മുഴുവൻ കത്തിച്ചു കഴിഞ്ഞാൽ അത് മണ്ണോടുകൂടി ചേർന്ന് മണ്ണായിത്തീരുന്നു. അതുപോലെ ഇത് ദ്രവ്യകോശത്തിൽ നടക്കുന്ന പരിണാമങ്ങളാണ്. ഇനി മനഃകോശത്തിലോ ചേതനാകോശത്തിൽ നടക്കുന്നതോ? ദേഹേന്ദ്രിയാസു മനാദി സമസ്തദൃശ്യം. ദേഹം, ഇന്ദ്രിയം, പ്രാണങ്ങൾ, മനസ്സ് തുടങ്ങിയിട്ടുള്ളതായ ദൃശ്യമുണ്ടല്ലോ, സമസ്ത ദൃശ്യം. ഈ ദൃശ്യം മുഴുവനും ജ്ഞാനാഗ്നിദഗ്ധമുപയാതി പരാത്മഭാവം. ആ ജ്ഞാനം, അറിവ്, അതൊരു അഗ്നി പോലെ ജ്വലിച്ച് അതിലിത് എല്ലാറ്റിനെയും കൊണ്ടിട്ട് അങ്ങോട്ട് ദഹിപ്പിച്ചു കഴിഞ്ഞാൽ ഒക്കെ പരാത്മാവായിത്തീരും. അപ്പം ഈ വ്യത്യാസങ്ങളൊന്നും അവിടെ വരില്ല. തഥാവിധ പ്രാശനമോചനാദവും അങ്ങനെയൊന്നുമില്ല അവിടെ. ഈ ജ്ഞാനം എന്ന് പറയുന്നത് ആദ്യം ദേഹവിലക്ഷണമായിരിക്കുന്ന ഒരു ആത്മാവിനെ ലാക്കാക്കിയാണ് അത് വളർത്തുന്നതെങ്കിലും അവസാനം ആ ആത്മാവിനെ പൂർണ്ണമായി ഗ്രഹിക്കുമ്പോൾ സർവം ഖൽവിദം ബ്രഹ്മ, സർവം വിഷ്ണുമയം ജഗത്, യാതൊന്നു കാൺകിലതു നാരായണ പ്രതിമ, യാതൊന്നു കേൾക്കിലതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്കിലതു നാരായണാർച്ചനകൾ, യാതൊന്നിതൊക്കെ ഹരി നാരായണായ നമഃ. നമ്മുടെ ഹരിനാമകീർത്തനത്തിൽ എഴുത്തച്ഛൻ പാടിയിട്ടുള്ള പാട്ടാണത്. ഈ കാണുന്നത് മുഴുവനും നാരായണമയനാണ്, കേൾക്കുന്നതും അത് തന്നെ, ചെയ്യുന്നതും അത് തന്നെ, ഒക്കെ നാരായണ. അങ്ങനെ ആയിത്തീരുന്ന ഒരു പൂർണ്ണ എന്താ ഞാനതിന് പറയുക, ഒരു അനുഭവമുണ്ട്, ഒരു ദൃഷ്ടിയുണ്ട്, ഒരു വ്യവഹാരമുണ്ട്. ഈ 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ പഠിച്ച് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 പഠിച്ചാൽ സ്കൂളിന് വിട്ട് പുറത്തേക്ക് കിടക്കും. പിന്നെ അവരവിടെ ഇരുന്നാൽ ശരിയല്ല. അതുമാതിരി നമ്മുടെ ഭക്തിമാർഗത്തിലോ ജ്ഞാനമാർഗത്തിലോ സാധന ചെയ്യുമ്പോൾ ഓരോന്നും ഒരു പടിയാണ്, ചവിട്ടുപടിയാണ്. ആ പടിയിലല്ല നമ്മൾ നിൽക്കേണ്ടത്. ആ പടിയെ വിട്ട് പോയി ആ തലത്തിലെത്തി, ആ ഫ്ലോറിലെത്തി അവിടെ ചെന്ന് താമസിക്കാനും വ്യവഹരിക്കാനും തുടങ്ങും. പാഷാണവൃക്ഷതൃണധാന്യ കടങ്കരാദ്യ ദഗ്ധാഭവന്തി മൃദേവ യഥാ തഥൈവ ദേഹേന്ദ്രിയാസു മനാദി സമസ്തദൃശ്യം. ദേഹം, ഇന്ദ്രിയം, പ്രാണൻ, മനസ്സ് എന്ന് തുടങ്ങി എല്ലാ ദൃശ്യവും ജ്ഞാനാഗ്നിദഗ്ധം. ജ്ഞാനം എന്ന് പറയുന്ന അഗ്നിയിൽ ദഗ്ധമായി ദഹിപ്പിക്കപ്പെട്ടു എന്നുണ്ടെങ്കിൽ പരാത്മഭാവം ഉപയാതി, എല്ലാം പരാത്മമയമായി ആത്മാവായിത്തീരുന്നു. അപ്പം ആ വ്യത്യാസങ്ങൾ അവിടെ ബാക്കി നിൽക്കില്ല. മയൈതദുക്തം വോ വിപ്ര ഗുഹ്യം യത് സാഖ്യയോഗയോ ജാനീതമാഗതം യജ്ഞം യുഷ്മത് ധർമ്മവിവക്ഷയാ. ഞാൻ ഇങ്ങനെ സനകാദികളോട് ഉപദേശിച്ചു എന്ന് പറഞ്ഞ് ആ ഉപദേശത്തെ രണ്ടാമതൊന്ന് ആവർത്തിച്ച് പറഞ്ഞതിന് ശേഷം ഉദ്ധവൻ ചോദിക്കുകയാണല്ലോ,
അങ്ങ് എങ്ങനെയാ ബ്രഹ്മാവിന് ഉപദേശിച്ചത്? ദേവകീപുത്രനാണല്ലോ അങ്ങ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഉപദേശിച്ച വർത്തമാനം ഇന്നതാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി. മയൈതദുക്തം വോ വിപ്ര, ഞാൻ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഗുഹ്യം യത് സാഖ്യയോഗയോ, അവർക്ക് സാഖ്യം യോഗം. സാഖ്യം എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉപനിഷത് വിദ്യ, ആത്മവിദ്യ, ആവർത്തിച്ച് കേട്ട് മനനം ചെയ്ത് ഉറപ്പിച്ച് നിധിധ്യാസനം ചെയ്ത് സാക്ഷാത്കരിക്കേണ്ടതെന്തോ അതാണ് സാഖ്യം. യോഗമോ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന പല പ്രക്രിയകളുമുണ്ട്. എന്തൊക്കെയാ? ചിന്ത, ചിന്തിക്കണമെങ്കിൽ ചിന്തകൻ, അതിനൊരു വസ്തു വേണം. അതെന്താ? ചിത്ത്. ആ ചിന്തിക്കുന്നതിൻ്റെ പരിണാമം എന്താ? ഓരോരോ ചിന്ത ഉത്പത്തിയാവുക. അപ്പം ചിന്തകൻ, ചിന്തനം, ചിന്ത എന്ന് പറയുന്ന 3 എണ്ണമുണ്ട്. ഇതിൽ എല്ലാറ്റിനെയും നമ്മൾ യോജിപ്പിച്ച് ഒന്നാക്കി തീർക്കുക, ത്രിപുടി ഇല്ലാതെ ആയിത്തീരുക എന്നുള്ളതാണ് യോഗം. ആ യോഗവും ഈ സാഖ്യവും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ജാനീതമാഗതം യജ്ഞം, സനകാദികളോട് പറഞ്ഞത് ആവർത്തിച്ച് പറയുകയാണല്ലോ. ജാനീതമാഗതം യജ്ഞം യുഷ്മദ്ധർമ്മ വിവക്ഷയാ, നിങ്ങൾ എന്നെ മനസ്സിലാക്കിക്കോളൂ, ഞാൻ അരയന്ന രൂപത്തിൽ വന്നിട്ടുണ്ടെങ്കിലും മഹാവിഷ്ണുവാണ്. യജ്ഞം എന്നുള്ള വാക്കിന് അർത്ഥം മഹാവിഷ്ണുവാണ്. യജ്ഞോ വൈ വിഷ്ണു യജുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. മഹാവിഷ്ണുവായിട്ടാണ് എന്നെ മനസ്സിലാക്കിക്കോളൂ, ഞാൻ നിങ്ങളുടെ അടുത്ത് യുഷ്മത് ധർമ്മ വിവക്ഷയാ, നിങ്ങൾക്ക് ധർമ്മം ഉപദേശിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ആകർഷണം വേണം എന്ന് വിചാരിച്ചിട്ടാണ് അരയന്ന രൂപത്തിൽ വന്ന് പറയുന്നത്. ഞാൻ മഹാവിഷ്ണുവാണ്, നിങ്ങളുടെ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് ഉപദേശിക്കാൻ വേണ്ടി വന്നതാണ്. മയൈതദുക്തം വോ വിപ്ര ഗുഹ്യം യത് സാഖ്യയോഗയോ ജാനീതമാഗതം യജ്ഞം യുഷ്മദ്ധർമ്മ വിവക്ഷയാ. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? പെട്ടെന്ന് അരയന്നം അങ്ങ് പതുക്കെ അടുത്ത് ചെന്നപ്പോൾ കോ ഭവാൻ, അങ്ങ് ആരാണ് എന്ന് ചോദിച്ചപ്പോഴോ ഈ ചോദ്യം തന്നെ എന്താ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ ശരീരങ്ങളൊക്കെ പാഞ്ചഭൗതികങ്ങളാണ്. അപ്പം ഞാൻ ആരാ? നിങ്ങളല്ലാത്തൊരാളല്ല. ഇനി ജീവനാണെങ്കിലോ രണ്ടിലും വ്യത്യാസവും ഇല്ല. അപ്പോൾ ഈ കോ ഭവാൻ എന്ന് പറയുന്ന ചോദ്യത്തിന് എന്താ അർത്ഥം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അങ്ങനെ സാഖ്യവിചാരം മുഴുവനും യോഗസിദ്ധി മുഴുവനും ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു. എവിടം വരെ മനുഷ്യന് ഈ സാഖ്യം കൊണ്ടെത്തിക്കാം, എവിടം വരെ ചെല്ലും? ആ ദേഹം നിൽക്കുമ്പോഴും അതൊരു മദ്യപൻ്റെ വസ്ത്രധാരണവും ആ ധാഴ്ച വസ്ത്രം അഴിഞ്ഞു പോകുന്നതും പോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ എംബോഡിമെൻറ്റ്. അതുവരെ ഈ അറിവിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം, വളർത്താം, വികസിപ്പിക്കാം, ഗാഠമാക്കാം. അത് നൽകുന്ന ആനന്ദത്തിൽ മുങ്ങിപ്പൊങ്ങി വിഹരിക്കാം. അത്രത്തോളം ദേഹവിലക്ഷണന്മാരായി തീരാം എന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അഹം യോഗസ്യ സാഖ്യസ്യ സത്യസ്യ ഋതസ്യ തേജസഃ പരായണം ദ്വിജശ്രേഷ്ഠാഃ ശ്രിയഃ കീർത്തേർദമസ്യ ച. ഞാൻ ആരാന്നറിയോ നിങ്ങൾക്ക്? യോഗസ്യ സാഖ്യസ്യ സത്യസ്യ ഋതസ്യ തേജസഃ പരായണം. വാക്കിന് എവിടെയാ കുറവ്? ഈശ്വരനെ സംബന്ധിച്ച് എത്ര വാക്ക് പറഞ്ഞാലും എവിടെയാ അധികമാവുക? സഹസ്രനാമാണ് നമ്മുടെ. 1000 നാമങ്ങൾ. 10,000 ആക്കിയാൽ എന്താ? നിങ്ങൾക്ക് പ്രാപ്തിയുണ്ടോ? 10,000 ആക്കിക്കോളൂ. 1,00,000 വേണമെങ്കിൽ 1,00,000 ആക്കിക്കോളൂ. ഇപ്പോൾ ഭാഗവതത്തിൽ 18,000 ശ്ലോകങ്ങളാണ്. ഞാൻ എപ്പോഴും പറയും 1,00,000-ലേറെ പദങ്ങൾ അതിൽ കാണും. അഹം യോഗസ്യ സാഖ്യസ്യ. എല്ലാവരും വിചാരിക്കും എന്ത്? ഈ പാഞ്ചഭൗതികമായിരിക്കുന്ന ലോകത്തിൻ്റെ സൃഷ്ടികർത്താവ് മാത്രമാണ് ഈശ്വരൻ. ലോകത്തിൽ സൃഷ്ടിക്കപ്പെടുന്നതൊക്കെ എന്തൊക്കെയുണ്ടോ അതിൻ്റെയൊക്കെ സൃഷ്ടികർത്താവാണ്. ലോകത്തിൽ ഈ പാഞ്ചഭൗതികമായിട്ടുള്ള വസ്തുക്കളേ ഉള്ളൂ? അല്ലല്ലോ. ആ വസ്തുക്കളിൽ നിന്നുള്ള ഗുണവിശേഷങ്ങൾ എന്താ? ഭൂമിയുടെ ഗുണം ഗന്ധം, വെള്ളത്തിൻ്റെ ഗുണം രസം, വായുവിൻ്റെയോ ഭൂമി ശബ്ദം, സ്പർശം, രസം, രൂപം, ഗന്ധം എന്ന 5 എണ്ണമാണല്ലോ. ഈ 5 എണ്ണം 5 വസ്തുക്കളിൽ നിന്നുണ്ടാവുന്നതാണ്. വായുവിൽ നിന്ന് സ്പർശം, ജലത്തിൽ നിന്ന് രസം, അഗ്നിയിൽ നിന്നോ അതിൽ നിന്ന് നിറം, ആകാശത്തിൽ നിന്നോ ശബ്ദം. അങ്ങനെ ഈ 5 ഗുണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് 5 ഭൂതങ്ങൾ. ഭൂതങ്ങളൊക്കെ ഭൗതികമാണ്, ഗുണങ്ങളോ അങ്ങനെ അല്ലേനും. അതിന് മാത്രമേ ഞാനുള്ളൂ? അല്ല. അഹം യോഗസ്യ സാഖ്യസ്യ. ഈ പഞ്ചഭൂതങ്ങളും ശബ്ദസ്പർശ രസരൂപഗന്ധങ്ങളും അവയ്ക്ക് സൃഷ്ടികർത്താവ് എന്നതുപോലെ ഞാൻ സത്യത്തിനും ഋതത്തിനും തേജസ്സിനും പരായണമാണ്. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ പറയുമ്പോൾ? സത്യം എന്ന് പറയണത് എന്താ? ചിന്തിക്കേണ്ടതാണ്. സാധാരണ നമ്മൾ നുണ പറയാതെ ഇരിക്കുക, നെറിവോടുകൂടി നേർമയോടുകൂടി പറയുന്നതിനെയാണ് സത്യം എന്ന് പറയുക. അത് സാമാന്യമായിരിക്കുന്ന ഒരു ആചരണാർത്ഥമായുള്ളൂ.
അതിന് സൂചനാർത്ഥം എന്താ? സത്യം സത്യം എന്ന് പറഞ്ഞാൽ ത്രികാലങ്ങളിലും ഒരുപോലെ നിലനിൽക്കുന്നത്. ഋതം എന്ന് പറഞ്ഞാലോ ഈ ലോകം നടക്കുന്നത് മുഴുവൻ എന്ത് അടിസ്ഥാന വ്യവസ്ഥയ്ക്ക് കീഴിലാണോ ആ വ്യവസ്ഥയ്ക്കാണ് ഋതം എന്ന് പേര്. ഋതം എന്ന് പേര്. ഇംഗ്ലീഷിലുള്ള ഋതം തന്നെയാണ് വാസ്തവത്തിൽ അത്. ഋതം എന്ന് പറഞ്ഞാൽ വ്യാവസ്ഥികമായിരിക്കുന്ന ആ ക്രമവിശേഷം. കാര്യങ്ങൾ ഇങ്ങനെ നിൽക്കണമല്ലോ, വ്യവസ്ഥാപിതമായി നിൽക്കാൻ ഒരു വ്യവസ്ഥയുണ്ട് അവിടെ. ആ വ്യവസ്ഥയാണ് വാസ്തവത്തിൽ ഋതം എന്ന് പറയുക. തേജസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സും ബുദ്ധിയും അഹങ്കാരവും എല്ലാം പരിശുദ്ധമായി തന്മൂലമുണ്ടാകുന്നതായ ആ പ്രകാശം, അതിനെല്ലാം പരായണം ആശ്രയമായിട്ടുള്ളവനാണ് ഞാൻ. ദ്വിജശ്രേഷ്ഠന്മാരെ സനകാദികളോട് പറയുകയാണല്ലോ. ശ്രിയ കീർത്തേർ ദമസ്യജ. ശ്രീ എന്ന് പറഞ്ഞാൽ എന്താ? ഐശ്വര്യം. കീർത്തി എന്ന് പറഞ്ഞാലോ യശസ്. ദമം എന്ന് പറഞ്ഞാലോ കൺട്രോൾ, എല്ലാറ്റിനെയും നിയമനം ചെയ്തു വയ്ക്കുക. ഈ വകയ്ക്ക് എല്ലാറ്റിനും പരായണമാണ് ഞാൻ. നിങ്ങളൊന്ന് വിചാരിക്കരുത്, പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ചു ലോകം. ആ സൃഷ്ടിച്ച ലോകത്തിനെ അതിൻ്റെ ഇഷ്ടപ്പടിക്ക് പോയി. ഇവിടെ ആർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതാണല്ലോ ഇപ്പോൾ കംസൻ ചെയ്തത്. കംസന് ഇഷ്ടമുള്ളത് ചെയ്യാൻ സമയവും കൊടുത്തു. എത്ര സമയം കൊടുത്തു? 10-12 കൊല്ലം കൊടുത്തു. ഞാൻ 8ാമത്തെ കുട്ടിയായി ജനിക്കാൻ പോണു തൻ്റെ സഹോദരിക്ക്. ആ കുട്ടി തന്നെ കൊല്ലും എന്ന് മുൻകൂട്ടിയിട്ടുള്ള ഒരു വാണിങ്ങാണ്, ഒരു മുന്നറിയിപ്പാണ്. ആ മുന്നറിയിപ്പിനെ ചൊല്ലി കംസൻ എന്ത് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. ഒക്കെ ചെയ്തിട്ട് ജയിച്ചോ? ജയിച്ചില്ല. അതാണ് ഇവിടുത്തെ ഋതം. നിങ്ങൾ എത്ര തലകുത്തി മറിഞ്ഞോളൂ, ദൈവേച്ഛയെ വെല്ലുവിളിക്കാൻ സാധിക്കില്ല. ആ ഇച്ഛയെ നമുക്ക് അനുനയിപ്പിക്കാം. അതാണ് ആര് ശപിച്ചാലും ശാപമോക്ഷമുണ്ട്. ഒരാൾ കോപിച്ച് നിങ്ങളെ ശപിച്ചു, അവൾ പോയി നമസ്കരിക്കൂ. ശപിച്ചിട്ടുണ്ടല്ലോ, വിരോധമില്ല. ശാപമോക്ഷവും വേണം. അപ്പം ആൾ ശാപമോക്ഷം തരും. ഇത് രണ്ടും ഋതത്തിൻ്റെ ഉള്ളിൽ നടക്കുന്നതാണ്. നമ്മൾ മേപ്പെട്ടിട്ടുള്ള പന്ത് താഴത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അത് ഋതമാണ്. വെള്ളം ഒഴുകി താഴത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് ഋതമാണ്. കാറ്റ് മുകളിലേക്ക് ഉയരുന്നുണ്ടെങ്കിൽ അതും ഋതത്തിൽപ്പെട്ടതാണ്. അപ്പോൾ സത്യസ്യ ഋതസ്യ തേജസഹാച്ച പരായണം. നിങ്ങളൊന്ന് വിചാരിക്കരുത്, ഭൗതികമായ സൃഷ്ടി മാത്രം ചെയ്തവനല്ല ഈശ്വരൻ. നമ്മുടെ മനസ്സും നമ്മുടെ ബുദ്ധിയും നമ്മുടെ അഹങ്കാരവും എന്തൊക്കെയുണ്ടോ, എന്തെല്ലാം നേടുന്നുണ്ടോ അതിനെല്ലാറ്റിലും പരായണമാണ് ഈ ഈശ്വരൻ. ശ്രിയ കീർത്തേർ ദമസ്യജ. എന്ത് ഐശ്വര്യം വേണമോ ഈശ്വരനെ ഭജിച്ചോളൂ. ശങ്കരാചാര്യർ ഒരു കനകധാരാ സ്തോത്രം രചിച്ചിട്ടുണ്ട്. കനകധാരാ സ്തോത്രം. അദ്ദേഹം ഭിക്ഷയ്ക്ക് വേണ്ടി ഒരു ഇല്ലത്ത് ചെന്നു. ആ ഇല്ലത്തെ സ്ത്രീ ഉണ്ടല്ലോ, അന്തർജനം, അവർ വല്ലാതെ വേർത്തു. ഒന്നുമില്ല കൊടുക്കാൻ. അന്വേഷിച്ചപ്പോൾ കണ്ടത് ഉണങ്ങിയ ഒരു നെല്ലിക്ക. അതങ്ങോട്ട് കൊണ്ടു കൊടുത്തു. ശങ്കരാചാര്യർ എന്താ ദേഷ്യപ്പെട്ടൊന്നുമില്ല. ഓ, വലിയ അക്രമമായിപ്പോയി. അവരുടെ വീട്ടിലൊന്നുമില്ല, ഉണങ്ങിയ നെല്ലിക്കേ ഉള്ളൂ അല്ലേ? ശരി, അവിടെ നിന്ന് ഒരു സ്തുതി നടത്തിയത്രേ. അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി ഭൃംഗാംഗനൈവ മുകുലാഭരണം തമാലം അംഗീകൃത അഖില വിഭൂതിരപാംഗലീല മാംഗല്യദാസ്തു മമ മംഗളദേവതായ. ഇത്രയും പടുദാരിദ്ര്യത്തിൽ കഴിയുന്ന ഈ ഇല്ലത്തമ്മയ്ക്ക് ഐശ്വര്യം ഉടനെ ഉണ്ടാവണം എന്നായിരുന്നു സങ്കല്പം. സ്വർണ്ണ മഴ പെയ്തു അത്രേ. എന്താ മഴയിൽ? സ്വർണ്ണ നെല്ലിക്ക. അദ്ദേഹം അവിടുന്ന് പോയി. അന്തർജനം അതെടുത്ത് വെച്ച് അവർക്ക് ബുദ്ധിമുട്ട് തീർന്നു. ഋതത്തിൽപ്പെട്ടതാണ്. ഈ ലോകത്തിൽ ജനിച്ച എല്ലാവർക്കും ഭക്ഷണത്തിന് അവകാശമുണ്ട്. സർവ്വ ആൾക്കാർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. അപ്പം ശങ്കരാചാര്യർ ഉണക്കനെല്ലിക്ക കൊടുത്തപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? പടുദാരിദ്ര്യത്തിലാണ് കഴിയുന്നത് ഈ ഇല്ലം. ഒരു കനകധാരാ സ്തോത്രം കൂടി ചെയ്തു. സ്വർണ്ണ നെല്ലിക്ക മഴയാ പെയ്തു. അതാണല്ലോ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയത്. അഗസ്ത്യ മഹർഷിയോ ദണ്ഡകാരണ്യം വിട്ട് തെക്കേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ആ ദണ്ഡകാരണ്യം മുഴുവനും മരുഭൂമിയായി കിടക്കുന്നത് കണ്ട് മനസ്സുരുകി അവിടെ ഇരുന്ന് തപസ് ചെയ്ത് മഴ പെയ്ത് അത് സസ്യശ്യാമളമായിട്ടേ അദ്ദേഹം തെക്ക് ഭാഗത്തേക്ക് വന്നുള്ളൂ. ഞാൻ എല്ലാറ്റിനുമുള്ള പരായണമാണെന്ന്. ശ്രിയ കീർത്തേർ ദമസ്യജ. ഐശ്വര്യത്തിനും ഞാൻ തന്നെയാണ് പരായണം, കീർത്തിക്കും ഞാൻ തന്നെയാണ് പരായണം. ദമം കൺട്രോൾ ചെയ്യാൻ അതിനും ഞാൻ തന്നെയാണ്. ഇതിനൊക്കെ പരായണം ഈശ്വരനാണ്. ആ ഈശ്വരനെ ആശ്രയിക്കാത്തത് കൊണ്ടും ആദരിക്കാത്തത് കൊണ്ടും വരുന്ന വിനയാണ് നമുക്കൊക്കെ. അഹം യോഗസ്യ സാഖ്യസ്യ സത്യസ്യ ഋതസ്യ തേജസഃ പരായണം ദ്വിജശ്രേഷ്ഠാഃ ശ്രിയഃ കീർത്തേർദമസ്യ ച മാം ഭജന്തി ഗുണാഃ സർവേ നിർഗുണം നിരപേക്ഷകം.
സുഹൃതം പ്രിയമാത്മാനം സാമ്യാസംഗാദയോ ഗുണാഃ. വളരെ വിശേഷപ്പെട്ട ഒരു വാക്കാണ്. മാം ഭജന്തി ഗുണാഃ സർവേ നിർഗുണം നിരപേക്ഷകം. മാം ഭജന്തി, എന്നെ ഭജിക്കുന്നു, എന്നെ ആശ്രയിക്കുന്നു. ഗുണാഃ സർവേ, എല്ലാ ഗുണങ്ങളും, സത്വം രജസ് തമസ് എന്ന് പറയുന്ന 3 ഗുണങ്ങൾ. സത്വം സുഖം, പ്രകാശം, അറിവ്, ഇത് സൂചിപ്പിക്കുന്നതാണ്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മറക്കരുത്. രജസ് എന്ന് പറഞ്ഞാലോ പ്രവൃത്തിയും പ്രവൃത്തി ഹേതുക്കളും പ്രേരണകളും. തമസ് എന്ന് പറഞ്ഞാലോ അറിവില്ലായ്മ, അജ്ഞാനം, മടി, ആലസ്യം, ഉറക്കം, ഇതൊക്കെയാണ്. ഈ ഗുണങ്ങൾ മുഴുവനും നിർഗുണം നിരപേക്ഷകം മാം ഭജന്തി. ഞാൻ നിർഗുണനാണ്, നിരപേക്ഷകനാണ്. എനിക്ക് ഒരപേക്ഷയുമില്ല, എനിക്ക് ഗുണബാധയുമില്ല. അങ്ങനെയുള്ള എന്നെ ആശ്രയിക്കുന്നതാണ് ഇവിടെയുള്ള ഗുണങ്ങൾ മുഴുവനും. എല്ലാ ഗുണങ്ങളും എന്നെ ആശ്രയിക്കുന്നു. അതാണ് നിർഗുണന്മാരും നിർദ്വന്ദ്വന്മാരുമായിരിക്കുന്ന ചില മഹാത്മാക്കളുണ്ട്. അവരെ ചുറ്റിപ്പറ്റി പല വിധത്തിലുള്ള ഐശ്വര്യങ്ങളും നിങ്ങൾ കണ്ടു എന്ന് വരാം. അതൊക്കെ കാരണം എന്താ? അവരുടെ മനസ്സിൽ കളിക്കുന്നത് നിർഗുണനായിരിക്കുന്ന ഈശ്വരനാണ്. ആ ഈശ്വരനിൽ നിന്ന് പുറപ്പെടുന്നതാണ് എല്ലാ ഗുണങ്ങളും. അപ്പം എല്ലാ ഗുണങ്ങളും എന്നെ ആശ്രയിക്കുന്നു. സുഹൃതം പ്രിയമാത്മാനം സാമ്യാസംഗാദയോ ഗുണാഃ. സുഹൃതം പ്രിയമാത്മാനം, എല്ലാവരുടെയും സുഹൃത്താണ് ഞാൻ, എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ് ഞാൻ. ആത്മാനം, എല്ലാവരുടെയും ആത്മാവാണ് ഞാൻ. ഈ വാക്കുകളൊക്കെ പ്രേക്ഷകരെ നിങ്ങൾ ശ്രദ്ധിക്കോ. ആത്മാനം, ഞാൻ എല്ലാവരുടെയും ആത്മാവാണ്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ പുറത്തിരിക്കുന്ന ആളാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. 1 മില്ലിമീറ്റർ പോലും നമ്മളിൽ നിന്ന് അകലെയല്ല. നമ്മളിൽ വ്യാപിച്ചിരിക്കുന്നവനാണ് ഈശ്വരൻ. ലോകത്തിലും വ്യാപിച്ചിരിക്കുന്നവനാണ്. എല്ലാവരുടെയും സുഹൃത്താണ്. നിങ്ങൾ പലരുടെയും മനസ്സിലൊരു തോന്നലുണ്ട്, ഈശ്വരൻ എന്നെ ശിക്ഷിക്കുമോ? ഒരെഴുത്ത് വന്നിരിക്കുന്നു, എനിക്ക് വളരെയധികം കഷ്ടപ്പാടുണ്ട്, ഈശ്വരൻ എന്തിനാ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ഞാൻ പൂർവ്വപാപങ്ങൾ ചെയ്തതിനാലാണോ? ആ പാപങ്ങൾക്കൊരു പരിഹാരമില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഭഗവാൻ നിങ്ങളെ ശിക്ഷിക്കുന്നു. ഈശ്വരൻ ശിക്ഷിച്ചു തുടങ്ങിയാൽ പിന്നെ നമ്മൾ ഏത് കോർട്ടിലാ ചെല്ലുക? ഈശ്വരൻ രക്ഷകൻ മാത്രമാണ്. ശിക്ഷ നമുക്ക് അനുഭവമാവുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ തന്നെ പ്രവൃത്തിയുടെയോ അല്ലെങ്കിൽ മറ്റ് ഘടകങ്ങളെയോ ചൊല്ലിയിട്ടാണ്. നമ്മുടെ നിരത്തുകൾ എന്ന് പറഞ്ഞാൽ റോഡുകൾ നാം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിൽ നാം ഉണ്ടാക്കിയിട്ടുള്ള വാഹനങ്ങളിൽ നമ്മളുടെ തന്നതായ വാഹന നിയമങ്ങൾക്ക് വിധേയമായി ഓടിക്കുന്ന റോഡുകളിൽ ഒരു മാസത്തിൽ 1.3 ലക്ഷം ജനങ്ങളാണ് അപകടത്തിൽ മരിക്കുന്നത്. ഇതിനിപ്പോൾ നിങ്ങൾ ഈശ്വരനെ കുറ്റം പറഞ്ഞാൽ പറ്റുമോ? ഈശ്വരൻ എന്താ അതിൽ ചെയ്തിരിക്കുന്നത്? അദ്ദേഹം റോഡ് ഉണ്ടാക്കിയോ? വാഹനം ഉണ്ടാക്കിയോ? ഓടിക്കാൻ പാർലമെൻറ്റിലെ അസംബ്ലിയിലായിട്ട് നിയമം പാസ്സാക്കിയോ? ഇല്ലല്ലോ. അപ്പം മരിക്കുന്നതിന് മാത്രം എന്താ പെട്ടെന്ന് ഈശ്വരനെ കൊണ്ടുവരണേ? അവിടെ മാത്രം ഈശ്വരൻ എവിടുന്ന് വന്നു? അപ്പം ഈശ്വരൻ ഒരാളെയും ശിക്ഷിക്കണില്ല. റോഡ് ശരിക്കും ഉണ്ടാക്കൂ, വാഹനങ്ങൾ സമയത്തിന് വേണ്ടതുപോലെ റിപ്പയർ ചെയ്ത് കാലഹരണപ്പെട്ടതിനെ മാറ്റൂ, എന്നിട്ട് ആ വേഗത ആകം പോലെ നിയന്ത്രിച്ച് ആ ഓടിക്കുന്ന വാഹനം ഓടിക്കുന്നവൻ്റെ അധീനത്തിൽ ഇരിക്കണം എപ്പോഴും എന്നാണ്. യുവർ വെഹിക്കിൾ ഷുഡ് ബി അണ്ടർ യുവർ കൺട്രോൾ നോ മാറ്റർ വാട്ട് അതേഴ്സ് ഡു ബിഫോർ യു. അങ്ങനെ ഓടിച്ചാൽ ഒരു അപകടം ഉണ്ടാവില്ല. നമ്മുടെ ഈ ട്രാഫിക് സിഗ്നൽ സിസ്റ്റമൊക്കെ ഇലക്ട്രോണിക് മീഡിയം ആയി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ DMRC ഒക്കെ ഉണ്ടല്ലോ, അതേമാതിരിയുള്ള സ്ഥലത്ത് ഏതെങ്കിലും അപകടം ഉണ്ടോ? അപകടമില്ലല്ലോ. എന്താ കാരണം? മനുഷ്യൻ ഇടപെടുന്നില്ല, ഒക്കെ ഓട്ടോമാറ്റിക് സിഗ്നലിങ്ങാണ്. ആ റെയിലിൽ ഇങ്ങനെ പോകുമ്പോൾ വണ്ടി പോണു, ഒന്നിന് പിറകെ പന്നൊന്ന് പോണു, അതിനൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. അതേമാതിരി റോഡ് വേണ്ടതുപോലെ വിസ്താരത്തിൽ ഉണ്ടാക്കൂ. ഇതിപ്പോൾ വലിയ തിരക്ക് കൂടിയാൽ പകുതി റോഡേ ഉണ്ടാവുള്ളൂ. എന്താ അതിനൊക്കെ കാര്യം? ഇപ്പോൾ ഡൽഹിയിലത്തെ സ്ഥിതി എന്താ? പ്രതിദിനം 1000 വാഹനങ്ങളാണ് അത്രേ പുതിയതായിട്ട് റോഡിലേക്ക് വരുന്നത്. 1000 വാഹനങ്ങൾ വീതം ഡൽഹി റോഡുകളിൽ പുതുതായിട്ട് വന്നാൽ ഈ വാഹനങ്ങളെ സ്വീകരിക്കാനുള്ള ത്രാണി നമ്മുടെ റോഡുകൾക്ക്, ഡൽഹി റോഡുകൾക്കുണ്ടോ? ഇല്ല. അപ്പോഴോ പിന്നെ എന്ത് ചെയ്യും? ഇന്ത്യ ഉരുട്ടി അങ്ങോട്ട് പോവും, ഇടിക്കും കുത്തും ഒക്കെ ചെയ്യും. അപ്പം ആ 1000 വാഹനങ്ങളെ നമുക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു പരിശോധന അവിടെ നടത്തുന്നില്ല. പരിശോധന നടത്തിയാൽ എന്താ? വാഹനം ഉണ്ടാക്കുന്നവരുടെ കഞ്ഞിയിൽ മണ്ണിട്ട മാതിരിയാവും. അപ്പോൾ അവർ മടക്കുന്നുണ്ട്, അത് മടക്കുമ്പോൾ അതിന് മിണ്ടാണ്ടിരിക്കും. അപ്പോൾ ഇത് രണ്ടും തമ്മിലൊരു കോർഡിനേഷൻ ഇല്ലേ? ഞങ്ങളുടെ റോഡുകൾക്ക് ഇത്ര വാഹനങ്ങളെ സ്വീകരിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് വാഹനം ഇതിലധികം ഉണ്ടാക്കരുത് എന്ന് പറയണം. അത് പറയാനിവിടെ ആരുമില്ല. പിന്നെ ആൾക്കാർ മരിക്കാതെ എന്ത് ചെയ്യും? നിങ്ങൾ തന്നെ പറയും.
അങ്ങനെ മരിക്കുമ്പോൾ ഉടനെ ഈശ്വരനെ വിളിക്കുക, എന്നെ ഈശ്വര, ഈ മരിച്ചതിന് എന്താ കാരണം? ഇതിനങ്ങ് ചുമതലയില്ലേ? അദ്ദേഹം അങ്ങ് നിഷ്കരുണനാണോ? എനിക്ക് കാരുണ്യമില്ല, കാരുണ്യ കുറവുമില്ല, നിങ്ങൾ വിചാരിക്കണമായി. സുഹൃതം പ്രിയമാത്മാനം, ഞാൻ എല്ലാവരുടെയും സുഹൃത്താണ്, പ്രിയപ്പെട്ടവനാണ്, ആത്മാവാണ്. സാമ്യാസംഗാദയോ ഗുണാ, ശരിയായിട്ടുള്ള ഗുണങ്ങൾ എന്താ? സാമ്യം, അസംഗം മുതലായിട്ടുള്ള ഗുണങ്ങൾ. സമഭാവം, സാമ്യം, സുഖദുഃഖങ്ങളോട്, സിദ്ധ്യസിദ്ധികളോട് സമത്വം നമുക്കുണ്ടാവണം. അസംഗം, ഒന്നിനോടും ഒട്ടലുണ്ടാവരുത്. നമുക്ക് ഇനിയൊരാളായിട്ടുള്ള ബന്ധം, ഇനി മറ്റേ ആൾ മരിക്കുന്നവരേ ഉള്ളൂ ബന്ധം, അത് കഴിഞ്ഞാൽ ഇല്ല. എന്താ ഇങ്ങനെ മരിച്ചേ? കുറച്ചു കാലവും കൂടി ഇരിക്കാമായിരുന്നു, നല്ലോണം പെൻഷൻ ഉണ്ടായിരുന്നു, നോക്കാൻ 50% വേള്ളൂ, ബാക്കി 50 ലാഭമായിരുന്നു എന്നൊന്നും വിചാരിച്ചാൽ നടക്കില്ല. അവിടെ മരിക്കുന്നവരെ നമുക്ക് ബന്ധമുള്ളൂ, അത് വിട്ടാലില്ല, അതുവരെ ഉള്ളൂ. അതാരായാലും ഇത് നല്ലപോലെ മനസ്സിലാക്കണം. സാമ്യ അസംഗാദയോ ഗുണാഹ, ഒട്ടലില്ലാതെ ജീവിക്കാൻ നമ്മൾ പഠിക്കണം. ഇതിമേ ഛിന്ന സന്ദേഹ മുനയഃ സനകാദയഃ സഭാജയിത്വാ പരയാ ഭക്ത്യാ അഗൃണത സംസ്തവൈഃ. ഞാൻ ഇത്രയും പറഞ്ഞപ്പോണ്ടല്ലോ ഉദ്ധവ, സനകാദികൾക്കും ബ്രഹ്മാവിനും സംശയമൊക്കെ തീർന്നു. ആ പൂർണ്ണ ചന്ദ്രൻ ആകാശത്തിൽ ഉദിച്ചു വിരിഞ്ഞാൽ എന്തായിരിക്കും ശീതള പ്രകാശം, അതുപോലെ ആയി അവരുടെ മനസ്സ്. ഇതിമേ ഛിന്ന സന്ദേഹ, ഒരു സംശയവും പിന്നെ ഉണ്ടായില്ല. മുനയഃ സനകാദയഃ, സനകാദികൾ മഹർഷിമാരെല്ലാവരും സഭാജയിത്വാ പരയാ ഭക്തിയ അഗൃണത സംസ്തവൈഃ, എന്നെ വേണ്ടതുപോലെ സത്കരിച്ചു. ഞാൻ ചെന്നപ്പോൾ ഒരരയന്ന കോ ഭവാൻ എന്ന് ചോദിക്കുക ചെയ്തത്. ഈ ഉപദേശമൊക്കെ കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, കോ ഭവാൻ, മഹാവിഷ്ണു തന്നെയാണ് ഞാൻ എന്ന്. അപ്പം മഹാവിഷ്ണുവാണെന്ന് അറിഞ്ഞതിൻ്റെ പേരിൽ ഉള്ള ഒരു ആദരവ്, അവരുടെ സംശയങ്ങളെല്ലാം തീർന്നതിൻ്റെ പേരിലുള്ള ഒരു കൃതജ്ഞത, ഇത് രണ്ടും കൂടി അങ്ങേ അറ്റത്തെ സത്കാര എനിക്ക് അവർ കാഴ്ചവെച്ചത്. എന്നിട്ടോ പരയാഭക്തിയ അഗൃണത, പരമമായ ഭക്തി, സാധാരണ ഭക്തിയല്ല. സാധാരണ ഈശ്വരനെ പൂജിക്കുന്നതൊക്കെ ഇങ്ങോട്ട് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് അങ്ങനെയുള്ളതല്ല. ഒരപേക്ഷയോ ഉപേക്ഷയോ ഒന്നുമില്ലാതെ അവരെന്നെ സ്തുതിച്ചു. സംസ്തവൈഹി, നല്ല സ്തുതികൾ കൊണ്ട്. തൈരഹം പൂജിത സമ്യക് സംസ്തുതഃ പരമർഷഭിഃ പ്രത്യയായ സ്വകം ധാമ പശ്യതഃ പരമേഷ്ഠിനഃ. തൈരഹം പൂജിത സമ്യക്, അവരാൽ ഞാൻ വേണ്ടതുപോലെ പൂജിക്കപ്പെട്ട്, സംസ്തുതഃ സ്തുതിക്കപ്പെട്ട്, പരമർഷഭിഃ, ആരാ എന്നെ സ്തുതിച്ചത് എന്നറിയോ? മഹർഷിമാർ. വാസ്തവത്തിൽ ഞാൻ അവരെയാ സ്തുതിക്കേണ്ടത്. എന്താ കാരണം? ഈ മഹർഷിമാരാണല്ലോ പരമാത്മതത്വം, പരബ്രഹ്മതത്വം, പരമേശ്വര തത്വം ഒക്കെ മനസ്സിലാക്കി ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മുക്തിസുധാകരം കേട്ടിട്ട് പലരും എനിക്ക് എഴുതുന്നുണ്ട്, ഞങ്ങൾ ഏകാദശത്തിലോ ഭാഗവതത്തിലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് മനസ്സിലായില്ല സ്വാമിജി, മനസ്സിലായില്ല. ഇത് 20 കൊല്ലം 15 കൊല്ലം 35 കൊല്ലം മുമ്പൊക്കെ അറിയേണ്ടതായിരുന്നു. അപ്പം ഞങ്ങളുടെ ജീവിതം കുട്ടികളെ പരിപാലിക്കുന്നതിൽ, വളർത്തുന്നതിൽ, നിർദ്ദേശിക്കുന്നതിൽ, നയം, ഇതിലൊക്കെ മാറ്റം വന്നേനെ. അതൊന്നും സാധിച്ചില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ആകാവുന്നത് പേരക്കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അതായത് ഇപ്പം മാത്രം എന്താ അവർക്ക് ഏകാദശം ഒരു പുതിയ വെളിപാടുണ്ടായത്? ഈ ഏകാദശം ഉണ്ടായിട്ട് കാലത്രയായി? കുറേ ആയില്ലോ. ഭാഗവതത്തിൻ്റെ മകുടമല്ലേ അത്? അപ്പം ആ മകുടം ആരും എന്താ പറഞ്ഞ് മനസ്സിലാക്കാത്തത്? ഒറ്റ കാരണമേ ഉള്ളൂ, ശ്രീമദ് ഭാഗവതം കൈകാര്യം ചെയ്യാൻ അർഹതയുള്ളവരും ആവശ്യമുള്ളവരും അത് കൈകാര്യം ചെയ്യണം. ആരാ പറഞ്ഞു കൊടുത്തത് പരീക്ഷത്തിനോട്? ശുകമഹർഷിയാ. അത് എഴുതിയതോ വേദവ്യാസരാണ്. 2 പേരും പരമഹംസന്മാരാ. എന്നിട്ട് 7-ാം ദിവസം പരീക്ഷിത്ത് പരമഹംസനായി. അതുപോലെ പരമഹംസന്മാരായിട്ടുള്ളവർ ഇഹലോകത്തോട് വൈരാഗ്യം തോന്നി ആത്മമഗ്നരായിരിക്കുന്ന സന്യാസിമാരോ തത്തുല്യരോ ആയിരിക്കുന്ന മഹർഷിമാർ വേണം ശ്രീമദ് ഭാഗവതം പറയാൻ. അപ്പോഴേ ആ ഭാഗവതത്തിന് അർത്ഥമാവുള്ളൂ. ഇപ്പം നമ്മൾ എന്ത് ചെയ്യണു? ഭാഗവതം 35 മണിക്കൂർ അങ്ങോട്ട് വായിച്ചു, അത്രയെങ്കിലും ചെയ്യണമല്ലോ, നല്ല തന്നെയാണ്. പക്ഷേ ഇത് ജനങ്ങളെ മനസ്സിലാക്കണം. അവിടെയാണ് ഈ നൈമിഷാരണ്യം സത്രത്തിൽ ഞങ്ങൾ ആദ്യമേ മുതൽക്ക് ഞാൻ പറയുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ അതിൽ ഞങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഒരു വ്യത്യാസമുണ്ട്. പക്ഷെ ഞങ്ങളെങ്ങാനും ഇന്ന് ഒഴിഞ്ഞു മാറിപ്പോകുന്ന ഒരു കാലം വരുമല്ലോ. വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വരും, കുറേശ്ശെയായിട്ട് അവിടെ അലങ്കാരങ്ങളും പിറന്നാളും രുക്മിണി സ്വയംവരവും കുറേ കൃഷ്ണൻ്റെ ബിംബങ്ങളും അങ്ങനെ ഇങ്ങനെ ആന കുതിര ഒട്ടകമൊക്കെ വന്ന് അതിൻ്റെ ആ തത്വങ്ങളൊക്കെ അങ്ങോട്ട് പോകുന്നല്ലോ. തീർച്ചയായും ആ പരമഹംസന്മാരെ അവരാണ് ഇത് രുചിക്കുന്നത് അവരാ.
ഇതുകൊണ്ട് മാത്രമേ ജന്മസാഫല്യമുള്ളൂ. ഈശ്വരനെ എല്ലാവരും അറിയണം, എല്ലാവരും ഉണരണം. അതിന് പൈസ വേണ്ട, സമ്പത്ത് വേണ്ട, അതിന് ഹൃദയം മതി, മനസ്സ് മതി. അപ്പം ഇതൊക്കെ അവിടെ ഉണ്ടല്ലോ. എന്തിനാ ഞാനിത് പറഞ്ഞത്? മഹർഷിമാരാണ് ഭഗവാനെ പോലും പ്രസിദ്ധരാക്കി തീർക്കുന്നത്.